നമസ്കാരം. ഡിബേറ്റ് 360ലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾ ഓരോരുത്തരായി ജയിലിന് പുറത്തേക്ക് വരികയാണ്. അയ്യപ്പന്റെ സ്വർണം കട്ടെടുക്കാൻ കൂട്ടുനിന്നവർ എന്ന് SIT കണ്ടെത്തി തുറങ്കിലടച്ചവരാണ്. കേസിൽ പ്രതികളെ രക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അയ്യപ്പന്റെ സ്വർണം കട്ട അമ്പലം വിഴുങ്ങികൾക്കൊപ്പമാണ് സംസ്ഥാന സർക്കാർ എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു നിയമസഭയിലെ തുടർച്ചയായ ഭരണപക്ഷ നിലപാട്. സ്വർണ്ണക്കൊള്ളക്കേസ് എങ്ങുമെത്താതെ അവസാനിക്കുന്നു. സ്വർണം കട്ട CPM നേതാക്കളെ സർക്കാർ സംരക്ഷിക്കുകയാണോ? സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് CPM നേതൃത്വത്തിന് ഒളിച്ചോടാൻ ആകുമോ? SITയുടെ അന്വേഷണം വഴിമുട്ടുന്നോ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നോ? ഈ ചോദ്യങ്ങളാണ് ഡിബേറ്റ് 360 പരിശോധിക്കുന്നത്. എന്നോടൊപ്പം ചർച്ചയിൽ 1 മണിക്കൂറിൽ പങ്കെടുക്കുന്ന അതിഥികൾ കോൺഗ്രസിൽ നിന്ന് ശ്രീ തേക്കട അനിൽകുമാർ, LDFിൽ നിന്ന് അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ AK സാദിഖ് എന്നിവരാണ്. പ്രിയ പ്രേക്ഷകർക്ക് ഡിബേറ്റ് 360ലേക്ക് സ്വാഗതം. ആദ്യം കോൺഗ്രസ് നേതാവിലേക്ക് അല്പസമയത്തിനകം മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് സതീഷ് വസന്ത് LDF നേതാവിലേക്ക് പോവുകയാണ്. ഇവിടെ സ്വർണ്ണക്കൊള്ളയിൽ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധമാണ് നിയമസഭയ്ക്കകത്തും പുറത്തും ഉണ്ടാകുന്നത്. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ മറുപടി പറയാൻ ഇതുവരെ ഭരണപക്ഷം അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത്. മറ്റൊന്ന്, ഇന്ന് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, രമേശ് ചെന്നിത്തലയാകട്ടെ, പ്രതിപക്ഷ നേതാവാകട്ടെ, മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ കഴിഞ്ഞ ദിവസവുമൊക്കെ വ്യക്തമാക്കുന്നത് ഈ SITക്ക് മേൽ സർക്കാരിൻ്റെ വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു, അതുകൊണ്ടാണ് ഇത്തരത്തിൽ അന്വേഷണം ഉച്ചഴയുന്നത് പോലെ പോകുന്നത് എന്നുള്ളതാണ്. ഈ പ്രതികളെ CPM ഈ ഘട്ടത്തിലും സംരക്ഷിക്കുകയാണ് എന്നുള്ള ആരോപണം ശക്തമായി നിലനിൽക്കുകയാണ്. മറുഭാഗത്ത് കോടതിയുടെ പരാമർശങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രതിപക്ഷം ആവർത്തിച്ച് പറയുകയാണ് കേസ് അന്വേഷണം അട്ടിമറിക്കുന്നു എന്നുള്ളത്. ആദ്യഘട്ടത്തിലെ മറുപടി എന്താണ്? ഈ സ്വർണ്ണ പാളി കേസിൽ എവിടെയെങ്കിലും സർക്കാർ ഈ കേസിന് ആസ്പദമായി എവിടെയെങ്കിലും സപ്പോർട്ട് അവർക്ക് ഈ അന്വേഷണത്തിന് വിഘാതമായി ഏതെങ്കിലും നടപടി സ്വീകരിച്ചിട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു നിങ്ങളിപ്പോൾ കോടതിയിൽ പറഞ്ഞില്ല, കോടതി എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ അത് ജാമ്യ ഹർജി സ്വീകരിക്കുന്ന കോടതിയാണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റിസ് ബഹ്റുദ്ദീൻ്റെ കോടതി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ കേസ് ത്വരിതഗതിയിൽ നടത്തണം എന്നുള്ളത്. എന്നാൽ ദേവസ്വം ബോർഡിൻ്റെ ഡിവിഷൻ ബെഞ്ച് അത് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടാണ് SITയിലെ അന്വേഷണത്തിനെ അവർ ശ്ലാഘിക്കുന്നത്. അപ്പം SIT ഇപ്പം ഈ ജസ്റ്റിസ് ബഹ്റുദ്ദീൻ്റെ ബെഞ്ചിൽ ഒരിക്കലും ഇതിൻ്റെ റിപ്പോർട്ടൊന്നും കൊടുക്കേണ്ടതല്ല. അത് കൊടുക്കേണ്ടത് ബഹുമാനപ്പെട്ട ദേവസ്വം ഡിവിഷൻ ബെഞ്ചിൻ്റെ കീഴിലാണ്. അപ്പോൾ ഏതൊരു വിധത്തിലും സർക്കാരിന് അങ്ങനെ ഒരു സമ്മർദ്ദം നേരിടാൻ പറ്റില്ല. എങ്ങനെയാണ് ചേർത്തുന്നത്? സർക്കാർക്ക് ഈ SITയുടെ റിപ്പോർട്ട് വല്ലതും സർക്കാരിന് വരണുണ്ടോ? ഇല്ലല്ലോ. അത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് അനുസരിച്ച് നമ്മളെ ദേവസ്വം ബോർഡ് ബെഞ്ചിൻ്റെ കീഴിലാണ് വരുന്നത്. അത് അവർ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടല്ലേ SIT തുടർ നടപടിയിലേക്ക് അനുവദിക്കുന്നത്. അങ്ങനെ ഇല്ലെങ്കിൽ കോടതി അപ്പോഴേ തന്നെ SITയെ ഇത് ചെയ്യുന്നല്ലോ, പിരിച്ചുവിട്ടിട്ട് അവർ പുതിയ ഏജൻസിക്ക് കൊടുക്കുമായിരുന്നല്ലോ. ഇപ്പോൾ പ്രതിപക്ഷം തന്നെ CBI വേണമെന്ന് പറഞ്ഞിട്ടൊക്കെ കോടതിയൊക്കെ സമീപിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും എന്തെങ്കിലും SITക്ക് അത് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടല്ലേ SITയുടെ അന്വേഷണത്തിന് അവർ അനുമതി കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ അത് നടത്തില്ലല്ലോ. ഒരിക്കലും കോടതി അങ്ങനെ നിരീക്ഷിക്കുമ്പോഴത്തേക്കിൽ കോടതിക്ക് കിട്ടേണ്ട അന്വേഷണ റിപ്പോർട്ടെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ചിലപ്പം ഇവിടെ നിന്ന് വെളിയിൽ പറയും നമുക്ക് അതിന് കിട്ടാത്തതുകൊണ്ടായിരിക്കും വെളിയിൽ നിന്ന് നമ്മളും അതുപോലെ തന്നെ പ്രേക്ഷകരും ഒക്കെ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മീഡിയാസിൽ നിന്ന് ഒരു ഇതും കിട്ടുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ പറയുന്നത്. പ്രതിപക്ഷത്തിന് കൊടുക്കേണ്ട രീതിയിലനുസരിച്ച് അല്ലല്ലോ കോടതിയിലെ ഈ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഒരു അന്വേഷണം പോകുന്നത്. പിന്നെ നിങ്ങൾ പറയുന്നത് ഈ സ്വർണ്ണ കൊള്ളക്കാർക്കെല്ലാം CPM കൊടപിടിക്കുന്നത്. എവിടെ കൊടപിടിച്ചിട്ടുണ്ട്? ആര് സംരക്ഷിച്ചിട്ടുണ്ട്? എവിടെ സംരക്ഷിച്ചിട്ടുണ്ട്? പറയൂ. അപ്പം അത് അങ്ങനെ നമ്മൾ പറഞ്ഞു പോവല്ലോ, ഒരിക്കലും പറഞ്ഞു പോലെ. ഒരു കാര്യം ആലോചിക്കേണ്ടതെന്ന് പറയുന്നത്, ഈ സ്വർണ്ണ കൊള്ളക്കേസ് പിടിക്കേണ്ടത് ഈ സർക്കാരിൻ്റെ അനിവാര്യമായ ഘടകമാണ്.
അത് ഒരു തുള്ളി അയ്യന്റെ സ്വർണം ഒരു തരി പോലും പോകല്ലേ എന്നുള്ള അല്ല സർക്കാരിന്റെ അനിവാര്യ ഘടകം എന്ന് അങ്ങേക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? അതായത് സർക്കാർ അല്ലല്ലോ ഈ അന്വേഷണ സംഘത്തെ നിയമിച്ചതും നിയോഗിച്ചതും ഈ സർക്കാരിനല്ല. അപ്പോൾ ആത്യന്തികമായി സർക്കാരിന്റെ കാലത്താണ് 2019. ശരി, ഞാൻ സമ്മതിച്ചു. അല്ലല്ല, ഒരു മിനിറ്റ്. ഇപ്പോൾ സർക്കാരിന്റെ ഒരു ക്രെഡിറ്റ് ആയതിനെ ഇപ്പോൾ ഈ എടുത്തു പറയേണ്ട കാര്യമില്ല. സർക്കാരിന്റെ ക്രെഡിറ്റ് ആയി ഈ ഘട്ടത്തിൽ സർക്കാർ നിയോഗിച്ച അന്വേഷണ സംഘമല്ല, കോടതിയുടെ മേൽനോട്ടത്തിലുള്ള കോടതി നിയോഗിച്ച അല്ലെങ്കിൽ കോടതി കണ്ടെത്തിയ ഒരു കാര്യത്തിന്മേൽ നടത്തിയ അന്വേഷണത്തിനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചതാണ്. അത് സർക്കാരിന് എന്ത് ക്രെഡിറ്റ് ആണുള്ളത്? സർക്കാരിന് എന്ത് അഭിമാനിക്കാൻ എന്താണ് ഇതിലുള്ളത്? അല്ല, സർക്കാരിന് താല്പര്യമുണ്ട് എന്നൊക്കെ അങ്ങ് പറയുന്നുണ്ടല്ലോ. ഈ വീമ്പളക്കൽ അന്വേഷണ സംഘത്തെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘമാണ്, അവരാണ് നിയോഗിച്ചത്, അല്ല സർക്കാരാണോ? അല്ല, ഞാൻ പറഞ്ഞത് ഈ സർക്കാരിന് ക്രെഡിറ്റ് എന്നല്ല ഉദ്ദേശിച്ചത്. ഈ സർക്കാരിന് അനിവാര്യമാണ്. കാര്യം ജനങ്ങളുടെ അനിവാര്യത വേണ്ടേ? ഈ സർക്കാർ ഇരുന്നപ്പോ അല്ലേ ഈ സ്വർണ്ണ കേസിന്റെ ഒക്കെ നടപടികളൊക്കെ ആരംഭിച്ചത്. ഈ സർക്കാർ സ്വർണം കട്ടുകൊണ്ടുപോയത്. ഈ സർക്കാരിന്റെ കാലത്തെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇപ്പോൾ ജയിലിനുള്ളിൽ കഴിയുന്നത്. അല്ല, അവരെ സംരക്ഷിച്ചിട്ടുണ്ടോ? അവരെ സംരക്ഷിച്ചിട്ടുണ്ടോ? അല്ലെ, അവരെ സംരക്ഷിക്കുകയല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് പത്മകുമാറിനെതിരെയും വാസുവിനെതിരെയും വാസുവിനെതിരെയും കേസെടുക്കാത്തത്? എന്തുകൊണ്ടാണ് കേസെടുക്കാത്തതല്ല, എന്തുകൊണ്ടാണ് നടപടിയിലേക്ക് കടക്കാത്തത്? എവിടെ ഞാൻ മനസ്സിലാക്കി വാസു ഏത് പോസ്റ്റിലാണ് ഇരിക്കുന്നത് പാർട്ടിയിലെ? നിങ്ങൾ പറയൂ, എന്താ നടപടി എടുക്കാം? പാർട്ടി നിയോഗിച്ച പോസ്റ്റ് ആയിരുന്നില്ലേ? പാർട്ടി നിയോഗിച്ച പോസ്റ്റ് ആയിരുന്നില്ലേ? ആ പോസ്റ്റൊക്കെ പോയില്ലേ? പോയി, പക്ഷെ പാർട്ടിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? പാർട്ടി നിയോഗിച്ച ഒരു പദവി, അതിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തെയാണ്, അല്ലാതെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെയോ മറ്റ് സർക്കാരുകളുടെ കാലത്തെയോ അല്ല പറയുന്നത്. 2019 പിണറായി സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശബരിമല സന്നിധാനത്തെ അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? അല്ല, ഞാൻ പറഞ്ഞു അതിന് വാസു ഏതെങ്കിലും ഘടകത്തില് മെമ്പറാണോ? എന്നാലേ നടപടി എടുക്കാൻ പറ്റുള്ളൂ. പാർട്ടി നിയോഗിച്ച പാർട്ടി തരത്തിലുള്ള പദവിയാണോ? മേഘയുടെ അഭിപ്രായത്തിൽ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് പറയൂ. അദ്ദേഹത്തിന് കുറ്റപത്രം അല്ല, കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുത്തല്ലോ അല്ലേ? കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുത്തുവല്ലോ അല്ലേ? കുഞ്ഞികൃഷ്ണന് ഈ പരിപാടി അത് രണ്ടും ക്ലബ് ചെയ്യാൻ എങ്ങനെ പാർട്ടിയിലെ വേറൊരു തലത്തിൽ അത് ഇതുമായിട്ട് എന്താണ് പറയുന്നത്? ഇരട്ടത്താപ്പ് പ്രകടമാവുകയുള്ളൂ. കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിൽ നിങ്ങൾ നടപടിയെടുത്തു, പത്മകുമാറിന്റെ കാര്യത്തിൽ നിങ്ങൾ നടപടിയെടുക്കുന്നില്ല. അവിടെയാണ് നിങ്ങളുടെ CPM-ന്റെ ഇരട്ടത്താപ്പ് പ്രകടമാവുന്നത്. അല്ല, സഖാവ് കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിലും സ്വർണ്ണക്കയറ്റം നിങ്ങൾ എന്താണ് ക്ലബ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് പാർട്ടിയുടെ രീതിയിൽ പോകാൻ CPM ചെയ്തോളൂ. അല്ല, അത് പറയും നിങ്ങൾ അത് പറഞ്ഞാൽ ഓക്കെ, ഞാൻ അത് സമ്മതിക്കാം. അത് പത്മകുമാർ ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിൽ, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലുള്ള മെമ്പർ തന്നെ ഞാൻ പറഞ്ഞിട്ട് നടപടി പാർട്ടിയിലെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുത്തു. ഈ SIT കണ്ടെത്തിയ ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘം കണ്ടെത്തിയ ഒരാൾ പ്രതിയാണ് എന്ന് പറഞ്ഞ് ജയിലിനുള്ളിൽ കഴിയുന്ന പത്മകുമാറിനെതിരെ നിങ്ങൾ നടപടിയെടുക്കുന്നില്ല. അല്ല, ഞാൻ പറയട്ടെ, എവിടെയെങ്കിലും ഞാൻ ഒരു നടപടി എടുത്തെന്ന് പറഞ്ഞാലാവോ? അദ്ദേഹം ഇപ്പൊ കഴിയുന്ന ജയിലിലാണല്ലോ. അദ്ദേഹം ജയിലിൽ കഴിയുന്ന അവിടെ നിന്ന് സൗകര്യം എടുക്കില്ലല്ലോ. കുഞ്ഞികൃഷ്ണന്റെ ഇതെന്ന് പറയുന്നത് അതും ഇതുമായിട്ട് നിങ്ങൾ ക്ലബ് ചെയ്യാതെ നിങ്ങൾ എന്താണ് അത് രണ്ട് വെർഷനാണ്. ആ രണ്ട് വെർഷനാണ് കുഞ്ഞികൃഷ്ണന്റെ. പാർട്ടിയുടെ ഉള്ളറയിൽ നടക്കുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്ന കുറ്റമാണ് എന്ന തെറ്റാണ് കുഞ്ഞികൃഷ്ണൻ ചെയ്തത്. അത് തെറ്റായി തോന്നിയത്, അത് ബോധ്യപ്പെട്ടത്. അതേസമയം സ്വർണം കട്ടെടുക്കാൻ കൂട്ടുനിന്ന അതിനൊക്കെ ഒത്താശ ചെയ്ത ഒരാൾ ജയിലിനുള്ളിൽ കിടക്കുമ്പോൾ അയാൾക്കെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾ ഭയക്കുന്നു. പാർട്ടി CPM-നെ സംബന്ധിച്ച് എവിടെ ആക്കാൻ ഭയം എന്ന് പറയുന്നത് ഏത് ഒരു ഭയമില്ല. നിയമസഭയിൽ എന്തിനായിരുന്നു ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കിയത്? ഈ വിഷയം കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ പ്രതിപക്ഷം കൊണ്ടുവന്നല്ലോ. അപ്പോൾ നിങ്ങളുടെ സമീപനം എന്താണ്? അല്ല, ഞാൻ പറഞ്ഞു എന്താണ് സമീപനം? അല്ല, എവിടെയും നിയമസഭയിൽ ചർച്ചയ്ക്ക് അനുവാദം കൊടുക്കാത്ത എന്താണ് ഈ സ്വർണ്ണക്കൊള്ള കേസിൽ?
അല്ലെങ്കിൽ സ്വർണ്ണ നടപടി കേസിൽ എവിടെയാണ് കൊടുക്കാത്തത്? ഞാൻ പറഞ്ഞിട്ട് നടപടിയിലേക്ക് എല്ലാം പോയിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ മേഘ പറഞ്ഞിട്ടുണ്ട് സർക്കാരല്ല SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിരിക്കുന്നത് ദേവസ്വം ബോർഡ് ബെഞ്ചാണ്. അത് സമ്മതിച്ചല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ ഗവൺമെന്റിന് അതിനൊരു നടപടിയിലേക്ക് സംസാരം വേണ്ടത്? അവിടെ സംസാരം തെറ്റുകൾ കണ്ടാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം, വലിയ സമ്മർദ്ദമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായി മറുപടി പറയാൻ ബാധ്യസ്ഥരാണല്ലോ. എന്തുകൊണ്ടാണ് അന്വേഷണ സംഘം ഇത്രയും ദിവസമായിട്ടും കുറ്റപത്രം, ഒരു ഭാഗിക കുറ്റപത്രമെങ്കിലും സമർപ്പിക്കാൻ? ഞാൻ ഒരു നിയമ നടപടിയിലേക്ക് പോകുമ്പോൾ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ നമുക്ക് ഇവിടെ ഒന്ന് പറയും പോലെയല്ല നിയമ നടപടിയിലേക്ക് പോകുന്നത്. അത് ബഹുമാനപ്പെട്ട അത് കോടതിക്ക് ഞാൻ പറഞ്ഞു അങ്ങനെ കുറ്റപത്രം കൊടുക്കാതിരുന്നെങ്കിൽ ഈ ഡിവിഷൻ ബെഞ്ച് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ബെഞ്ച് അവർ ഈ SIT വിടൂ. എന്താണ് കാര്യം? അപ്പോൾ അതിൻ്റെ നടപടിയുണ്ട്. മേഘ, ഈ നടപടിക്രമങ്ങൾ എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്? ഈ ചെയ്ത കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. അവന് ഇപ്പോൾ ഒരു ജാമ്യത്തിൻ്റെ ഇതിൽ മാത്രമല്ല, ഇത് ഈ കേസ് ജാമ്യത്തിൽ ഇറങ്ങിയത് ഈ കേസ് സ്വന്തം അണികളെ പോലും കഴിയാത്ത നിങ്ങളാണ് പ്രതികൾ ശിക്ഷിക്കപ്പെടണം, യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന് ആണ് അല്ലേ? കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണ്ടേ? ആ കുറ്റവാളികൾ ജാമ്യം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവര് കുറ്റവാളികളല്ലേ? അങ്ങനെ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ പത്മകുമാറിനെതിരെ നടപടി എടുക്കുകയല്ലേ വേണ്ടത്? നടപടി എടുക്കും. അത് ഞാൻ പറഞ്ഞു, അത് CPM-ന്റെ അത് അവര് നടപടി എടുക്കാത്തതിൽ എന്തെങ്കിലും കാരണം കാണും. അങ്ങനല്ല, അതെങ്ങനെയാണ്? അത് എനിക്ക് മേയ്ക്ക പറയാൻ പറ്റൂ. നടപടി എടുക്കേണ്ട കാര്യങ്ങളിൽ സെക്രട്ടറി എടുക്കേണ്ട ഓരോ ജില്ലയിലുള്ള പാർട്ടി കാര്യങ്ങളിൽ നടപടി എടുക്കേണ്ട പേരത്ത് നടപടി എടുക്കും, ഒരു സംശയമില്ല. തീർച്ചയായും ആ ഉറപ്പ് ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, പ്രേക്ഷകരും കേട്ടിട്ടുള്ളതാണ്. ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരികയും ചെയ്യാം. ശ്രീ തേക്കട അനിൽകുമാറിലേക്ക് പോവുകയാണ്, കോൺഗ്രസ് നേതാവിലേക്ക് പോവുകയാണ്. ശ്രീ തേക്കട അനിൽകുമാർ, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് അങ്ങേക്ക് സ്വാഭാവികമായും ഘട്ടത്തിൽ മറുപടി പറയാം. അതായത് ഞാൻ ചോദിക്കുന്നത്, ഈ അന്വേഷണത്തെ അട്ടിമറിക്കുന്നു എന്നുള്ളതാണല്ലോ പ്രതിപക്ഷ നേതാവ് ഇന്ന് വ്യക്തമാക്കിയത്. ശരിയായ ദിശയിലല്ല അന്വേഷണം പോകുന്നതെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ഇതിനുള്ള ഒരു കാരണമായി അല്ലെങ്കിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ഈ ലോകത്ത് സമാനതകളില്ലാത്ത ഏറ്റവും വലിയ സ്വർണ്ണക്കൊള്ളയാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആ സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പരിഹാസ്യമായ ഒരു കാര്യം. CPM-ന്റെ പ്രമുഖരായ നേതാക്കന്മാർ പത്മകുമാർ, വാസു, വിജയകുമാർ, ശങ്കരദാസ്, അങ്ങനെ ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാരെല്ലാം പോലീസ് കസ്റ്റഡിയിലാണ്. ഏകദേശം അന്വേഷണം ഒരു ശരിയായ ദിശയിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം മുമ്പോട്ട് പോയി. പക്ഷേ ഒരു ഘട്ടത്തിൽ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് 2 പുതിയ ഉദ്യോഗസ്ഥന്മാരെ വെച്ചതോടുകൂടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അന്നേ പറഞ്ഞതാണ്, ഒരുപാട് സംശയങ്ങളുണ്ടായി. കാരണം ശരിയായ ദിശയിൽ നടന്ന അന്വേഷണം അവരെയൊക്കെ മാറ്റി. ശരിയായ ദിശയിൽ നടക്കുന്ന അന്വേഷണം അടുത്ത് അറസ്റ്റിലാവേണ്ട 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, ഒന്ന് മുൻ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയും, അതുപോലെ തന്നെ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും കൂടി കയ്യാമം വയ്ക്കേണ്ട ഒരു സ്ഥിതി എത്തിയപ്പോഴാണ് ഈ അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമങ്ങളുണ്ടായത്. അതിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെ പരസ്പര വിരുദ്ധമായ സ്റ്റേറ്റ്മെൻറ്റാണ്. ആദ്യം അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് അല്ല രണ്ടാമത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖം കൂടുതൽ വികൃതമാകുന്നു എന്ന് കണ്ടപ്പോൾ ആസൂത്രിതമായി ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ SITക്ക് മേൽ കടുത്ത സമ്മർദ്ദമുണ്ടായി. ഹൈക്കോടതിയിൽ കേസ് എങ്ങനെ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കാം, ഈ അന്വേഷണം താളം തെറ്റിയാൽ ഇവിടെ അവരുടെ കാരണം ആ പ്രസ്ഥാനം അത്രത്തോളം പ്രതിക്കൂട്ടിലായതാണ്. കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും പ്രസ്ഥാനമായി കേരളത്തിലെ CPM മാറി എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾക്ക് വളരെ സുവ്യക്തമായി വെളിപ്പെടും എന്ന് കരുതിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് നീചകൃത്യങ്ങളിലൂടെയും പ്രതികളെ രക്ഷിക്കുന്നതിനുള്ള ശ്രമം മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രത്യേകിച്ച് പത്മകുമാർ അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പത്രക്കാരോട് പറഞ്ഞതുപോലെ ദൈവതുല്യനായ ഒരാളിൻ്റെ നിർദ്ദേശം, ആ ദൈവതുല്യനിലേക്കും അന്വേഷണം വരും എന്ന് കണ്ടപ്പോഴാണ് ഇതിനെ തന്ത്രപരമായി ഇതിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുണ്ടായത്. ഇവിടെ ഒരു വശത്ത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങൾ മാത്രം നോക്കേണ്ട തന്ത്രി അടക്കം അറസ്റ്റിലായി. അടുത്ത് ശക്തമായ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അറസ്റ്റ് കടക്കുമ്പോൾ
ഒരുപക്ഷെ ഇനി ഒരിക്കൽ പോലും ഇടതുപക്ഷ മുന്നണിക്ക് അതിന് മറുപടി പറയാം. കാരണം ഇവരാരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. CPM-ൽ തന്ത്രിയല്ല, CPM-ന്റെ പ്രമുഖരായ 4 നേതാക്കന്മാർ, ജില്ലാതലത്തിലുള്ള നേതാക്കന്മാർ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായി. ഞാൻ പറഞ്ഞോട്ടെ, അവർ ജയിലിൽ കിടക്കുമ്പോ പത്മകുമാർ ജയിലിൽ കിടക്കുന്നു, വാസു ജയിലിൽ കിടക്കുന്നു, വിജയകുമാർ കിടക്കുന്നു. ഇപ്പൊ ഏറ്റവും വിചിത്രമായ കേസും നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി വാസു പഴയ CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. CPM മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് കേരളത്തിന്റെ ഭരണം നിയന്ത്രിച്ച CPM നേതാവാണ് വാസു. ഇനി അത് സതീഷ് മാത്രമാണ് സംശയമെങ്കിൽ എനിക്കതിന് മറുപടി പറയാനില്ല. പക്ഷേ അങ്ങനെയുള്ള നേതാക്കന്മാരെ അകത്ത് കിടന്ന് അവർക്കെതിരെ യാതൊരു നടപടിയില്ല. ഇനി പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ 90 ദിവസം കഴിഞ്ഞ് കുറ്റപത്രം സമർപ്പിക്കാൻ പോലും ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ അന്വേഷണം താളം തെറ്റി എന്ന് ഇനി പാഴൂർ പടിക്കൽ പോയി എന്താണ് പ്രശ്നം വെച്ച് നോക്കേണ്ട കാര്യമില്ല. അന്വേഷണം താളം തെറ്റി. കേരളത്തിലെ ജനത, കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് മുന്നിൽ ഈ ഗവൺമെന്റും CPM-ഉം പ്രതിക്കൂട്ടിലാണ്. ആ പ്രതിക്കൂട്ടിലായിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ നടത്തുന്ന അവർക്ക് അവരുടെ മുഖം രക്ഷിച്ച തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിൽ അടപടലം ഇടതുമുന്നണി പരാജയപ്പെടുന്നു അവർക്ക് നല്ല ഉറപ്പുണ്ട്. വല്ല എവിടെയെങ്കിലും ഒരാളിനെ ജയിപ്പിക്കാമെന്ന വെപ്രാളമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് നെറുകേടും പറയും. അവിടെ മന്ത്രിമാർ നിയമസഭയിൽ നിന്നും ഞാൻ ചോദിക്കട്ടെ, ഈ സ്വർണ്ണക്കൊള്ള വെളിപ്പെട്ട് തുടങ്ങിയത് മുതൽ വിഷയദാരിദ്ര്യം കൊണ്ട് അതിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാൻ, വിശ്വാസി സമൂഹത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഓരോ വിഷയങ്ങൾ നിയമസഭയിൽ ഉണ്ടാക്കുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒക്കെ ഉൾപ്പെടെ നിയമസഭയിൽ സംസാരത്തിലേക്ക് ഇവിടെയുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാർ കൊണ്ടുവന്നത് തന്നെ യാതൊരു സംശയവും വേണ്ട, ഇതിനെ സംബന്ധിച്ച് ജനങ്ങളോട് മറുപടി പറയാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും CPM ഒഴിഞ്ഞു മാറുകയാണ്. എങ്ങനെയെങ്കിലും ഈ നിയമസഭാ സമ്മേളനം അവസാനിപ്പിക്കണം. ഇപ്പോൾ അനാവശ്യമായ ഇവിടെ വോട്ടർ ഓൺ അക്കൗണ്ട് ഇതിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ് നിയമസഭ ബഹിഷ്കരിക്കുന്നതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ചർച്ചകൾ വഴിമാറ്റി സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന ഒരുപക്ഷെ കേരളം ഇന്ന് വരെ ദർശിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക ക്രമക്കേട് അവർക്ക് BJP-യെ സ്വാധീനിക്കാൻ കഴിയുന്നു, അവർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സ്വാധീനിക്കാൻ കഴിയുന്നു, അവർക്ക് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള SIT-യെ നിയന്ത്രിക്കാൻ കഴിയുന്നു. അപ്പോൾ ഇതിനൊരു മാറ്റം വേണമെങ്കിൽ, കേരളത്തിലൊരു ഭരണമാറ്റം വേണമെന്നുള്ള അന്തിമമായ ലക്ഷ്യത്തിലേക്ക് കേരളത്തിലെ ജനതകൾ, കേരളത്തിലെ സമ്മതിദായകർ നീങ്ങുന്നതിൻ്റെ ഒരു വെപ്രാളമാണ്. ഇനി ഇവർക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടിയാൽ എന്താണ് അവസ്ഥ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഇത്രയും തന്ത്രപരമായ ഒരു ക്രിമിനൽ നേച്ചറുള്ള ഒരാൾ ശബരിമലയിൽ ഒരു ദൗത്യവും ഇല്ലാതെ കയറി ചെന്ന് മേൽശാന്തിയുടെ ഇരിപ്പിടം കൈവശപ്പെടുത്തിയ ആൾ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇരിപ്പിടം കൈവശപ്പെടുത്തി മന്ത്രി മന്ദിരത്തിൽ കയറി അവിടെ സ്വാധീനിച്ച് സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരു ക്രിമിനൽ. കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയെ, കേരളത്തിലെ ഭരണ സംവിധാനത്തെ, കേരളത്തിലെ ഇന്റർപോളിനേക്കാളും ശക്തമായ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യം കിട്ടി വന്നാൽ ഇനി അകത്താകുന്ന പ്രതികൾക്ക് സതീഷ് ഞാൻ പറയുന്നത് കേൾക്കണം. ഇനി ജാമ്യം കിട്ടി വന്നാൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്രയോ ഫോട്ടോകൾ അയാളുണ്ട്. കടകംപള്ളി സ്വകാര്യം പറയുന്ന ഫോട്ടോയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അടൂർ പ്രകാശ് അല്ല, സോണിയാഗാന്ധിയുടെ CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ ഗവൺമെന്റിനെ മുഴുവൻ പ്രതിക്കൂട്ടിലാക്കി CPM-ന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ശബരിമലയുടെ സ്വർണ്ണക്കൊള്ള ഉപയോഗിക്കുന്നു. ഇതിന് ഈ ശരിയായ ദിശയിൽ അന്വേഷണം വന്നില്ലെങ്കിൽ ഇനി 30-40 ദിവസം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗവൺമെന്റ് വരും. ഈ ഗവൺമെന്റ് വരുമ്പോൾ ഇപ്പോൾ തടവ് പുള്ളികൾക്ക് വരെ വേതനം വർദ്ധിപ്പിച്ചത് വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. കാരണം CPM-ന്റെ പ്രമുഖരായ നേതാക്കളെല്ലാം ഇനി വരും കാലങ്ങളിൽ ജയിലിലേക്ക് പോകുന്നു. അപ്പൊ അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട, ഇന്നത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം വഴിതെറ്റിയ അന്വേഷണമാണ്. അത് കോടതിയെ ബോധ്യപ്പെടുത്തണം. ഇവിടെ ഇതുപോലെ സമാനതകളില്ലാത്ത ഒരു സ്വർണ്ണക്കൊള്ള, ശാസ്താവിന്റെ സ്വർണം കവർന്നെടുത്ത ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടമായിരിക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. ഓക്കെ, വ്യക്തമാണ്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ AK സാദിഖ്, നോക്കൂ, ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും വന്ന നിരീക്ഷണങ്ങൾ, അതായത് SIT-യുടെ അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, പ്രതികൾ ഓരോരുത്തരായി ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതിൽ ആശങ്ക വേണ്ട എന്നാണ് പറഞ്ഞത്. അതായത് N വാസു ഒരിക്കൽ സുപ്രീം കോടതിയിൽ ഈ വിഷയവുമായി, സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ചോദിച്ചു,
നിങ്ങൾ സ്വർണം കട്ടവരല്ലേ എന്ന വലിയ തരത്തിലുള്ള വിമർശനം, രൂക്ഷ വിമർശനം ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യം നമുക്ക് മുൻപിലുണ്ട്. ഇന്നിപ്പോൾ ഈ ഹൈക്കോടതിയുടെ ഭാഗത്ത്, ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് വന്ന പരാമർശങ്ങൾ എന്നുള്ളത്, അതായത് കുറ്റവാളികൾ ആരും രക്ഷപ്പെടില്ല എന്നുള്ള ഒരു വാചകം, ഒരു നിരീക്ഷണം കോടതി ഇന്ന് നടത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ അറിയാത്ത, പുറത്തേക്ക് വിടാത്ത നിരവധി കാര്യങ്ങൾ SIT ഇതിനോടകം സമർപ്പിച്ചിട്ടുണ്ട് എന്ന് വേണമോ കരുതാൻ? അങ്ങനെയാണോ ഈ നിരീക്ഷണങ്ങളെ കാണേണ്ടത്? മിസ് മേഘ, ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 5 മാസം കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഈ പാനലിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഓരോ 2 ആഴ്ചയിലും SITയുടെ റിപ്പോർട്ട് കോടതിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ആദ്യത്തെ 2-3 മാസം വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഇതിന്റെ നാൾവഴികൾ വളരെ വേഗത്തിൽ പോകുന്നത് കണ്ട് അഭിമാനിച്ചവരും പ്രശംസിച്ചവരുമാണ് നമ്മളെല്ലാം. പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്ന ഡിസംബർ മാസം ആദ്യമായപ്പോൾ, അത് കോടതി പോലും ചോദിച്ചു, ഡിസംബർ 5 വരെ വളരെ മുന്നിൽ ഓടി നിന്നിരുന്ന ഈ SIT എന്തുകൊണ്ട് ഡിസംബർ 5-ന് ശേഷം ഈ ആമയോ കടലാമയോ ഒക്കെ എഴയുന്നത് പോലെ എഴയാൻ തുടങ്ങിയെന്ന് ചോദിച്ചത് നമ്മൾ ഈ 4 പേരും അല്ല, കോടതിയാണ് ചോദിച്ചത്. ഇവിടെ ഇപ്പോൾ വിഷയം എന്താ? ഡിവിഷൻ ബെഞ്ച്, ദേവസ്വത്തിന്റെ ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലാണ് ഇത് CBIക്ക് വിടണം എന്നുള്ള ഒരു ആവശ്യം വന്നത്. സ്വാഭാവികമായും ഏത് ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിലാണോ ഈ കേസ് നടക്കുന്നത്, ഏത് ഡിവിഷൻ ബെഞ്ചാണോ ഈ 5 ഉദ്യോഗസ്ഥരെ നിയമിച്ചത്, അവരുടെ മുന്നിൽ ഇത് ചെല്ലുമ്പോൾ അനുവദിച്ചാൽ അവർക്ക് അവരെ തന്നെ വിശ്വാസമില്ലെന്നും അവർ നിയോഗിച്ച ഉദ്യോഗസ്ഥർ മിടുക്കരല്ല എന്നും പരസ്യമായി കുറ്റസമ്മതം നടത്തുന്നതിന് തുല്യമാകും. അതുകൊണ്ടാണ് ആ കോടതി പറഞ്ഞ, ഇപ്പൊ നമ്മള് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടർ അടുക്കെ ചികിത്സിച്ച് കുറെ നാളായി പ്രയോജനം ഇല്ലെങ്കിൽ ആ ഡോക്ടർ അടുക്കെ തന്നെ ചെന്നിട്ട്, ഡോക്ടറെ വേറൊരു ഡോക്ടർ അടുക്കെ കാണാൻ പോട്ടെ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? സാരമില്ല, അത് റിസൾട്ട് വരാൻ കുറച്ചുകൂടെ താമസിക്കും, എന്റെ ട്രീറ്റ്മെന്റ് തന്നെ മതി എന്ന് പറയുന്ന രീതിയിൽ ഇതിനെ കണ്ടാൽ മതി. ഇവിടെ ഇപ്പോൾ ഈ കേസിന്റെ തുടക്കം മുതൽ വന്ന കാര്യങ്ങൾ മുഴുവൻ കേരളത്തിലെ ജനങ്ങൾ മറന്നു കഴിഞ്ഞു. ഏതാണ്ട് ഒക്ടോബർ 1 പ്രതി അല്ലെങ്കിൽ ഏറ്റവും പ്രബലനായ വ്യക്തി എന്നുള്ള നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അകത്തുപോയി. ആ പോറ്റി ഇപ്പോൾ അകത്താണെങ്കിലും ആദ്യത്തെ അറസ്റ്റിൽ ജാമ്യം കിട്ടിയിരിക്കുകയാണ്. 2ാമത്തെ അറസ്റ്റിലെ ജാമ്യം നാളെ കിട്ടും, ഒരു സംശയവുമില്ല. സ്വാഭാവികമായിട്ടുള്ള നിയമാനുസൃതമുള്ള ജാമ്യമാണ്. അപ്പൊ കോടതി പറയുകയാണ്, ഇങ്ങനെ ഇവരൊക്കെ ജാമ്യത്തിൽ പോയാൽ, സ്വാഭാവിക ജാമ്യത്തിൽ പോയാലും ആശങ്കപ്പെടാനൊന്നുമില്ല എന്ന്, ഈ ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് കോവിഡ് സമയത്ത് പറഞ്ഞതുപോലെ ഇവരൊക്കെ ജയിലിനകത്തായാലും ജയിലിന് വെളിയിലായാലും ആശങ്കയും ഭയവും ഒന്നും വേണ്ട. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ ജാമ്യത്തിന് വന്നപ്പോൾ ആദ്യമേ അങ്ങ് ജാമ്യം കൊടുക്കാമായിരുന്നല്ലോ. 90 ദിവസം വരെ ഒരാൾ റിമാൻഡിലാണെന്ന് കരുതുക, ഒന്നും നടക്കുന്നില്ല. 90ാമത്തെ ദിവസം അയാളെ അങ്ങ് ഇറക്കി വിട്ടാൽ ഈ 90 ദിവസം ഇതിനകത്തിട്ടിരുന്ന എന്തിന്? അപ്പോൾ ഇതൊക്കെ ന്യായം പറയാമെന്നുള്ളതല്ലാതെ ഇപ്പൊ കോടതികളെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പക്ഷെ ഒരു കാര്യം മിസ് മേഘ ആലോചിച്ച് നോക്കൂ, ഹൈക്കോടതിയിലെ 2 വ്യത്യസ്ത സിംഗിൾ ബെഞ്ച്, ജസ്റ്റിസ് ബദറുദ്ദീൻ, ജസ്റ്റിസ് മോഹിത്, ഈ 2 ജഡ്ജിമാർ ഈ SITയെ കുറിച്ചും ഈ ഇതേപോലെയുള്ള ഈ പ്രതികളെ കുറിച്ചുമൊക്കെ പറഞ്ഞത് വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കണമോ? അതവിടെ നിന്നോട്ടെ, ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചാണെന്ന് പറയാം. സുപ്രീം കോടതിയിൽ നമ്മുടെ ശങ്കർദാസ്, അദ്ദേഹത്തിന് വേണ്ടി കിട്ടാവുന്ന ഏറ്റവും വലിയ വക്കീലന്മാരെയും കൊണ്ടൊക്കെ സുപ്രീം കോടതി ചെന്നപ്പോൾ ആദ്യമേ കേസ് വാദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു, ദൈവത്തെ പോലും വെറുതെ വിടാതെ വന്നവ എടുത്തോണ്ട് പോകാനാണ് പറഞ്ഞത്, മേലാൽ സുപ്രീം കോടതിയിലേക്ക് ഇത്തരം കേസും കൊണ്ട് വന്നേക്കരുത്. അവിടെ പറഞ്ഞ ഒരു വാചകം എന്താ? ഇവിടെ ക്രിമിനൽ ബാധ്യത ആ ദേവസ്വം ബോർഡ് മെമ്പർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പുറത്തുണ്ട് എന്ന് പറഞ്ഞ പരാമർശം നീക്കം ചെയ്യണം. എന്നിട്ട് പറഞ്ഞ എന്താ? ആ പരാമർശം ഈ SITയുടെ കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്ന്, അതായത് ക്രിമിനൽ ബാധ്യത ഉണ്ടെന്ന് സിംഗിൾ ബെഞ്ച് പറഞ്ഞത് കൊണ്ട് ആ ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം കുറ്റവാളിയാകും എന്നാണ്, അത് നീക്കം ചെയ്യണമെന്നാണ്. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞ എന്താ?
അത് അവിടെ തന്നെ ചെന്ന് ആ ഹൈക്കോടതിയോട് എന്നെ എന്ന് പറഞ്ഞിട്ട് മതി, കളിയാക്കിയാ പറഞ്ഞ. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ മതി, ആ ജഡ്ജിയെടുക്ക പറഞ്ഞേര് ഈ പരാമർശം അദ്ദേഹത്തിനെ കുറ്റവാളിയാക്കുന്നതിനെ ഒന്നും ബാധിക്കരുതേ എന്നും കൂടെ ഒരു വരി എഴുതി വെച്ചോളം പറഞ്ഞ കളിയാക്കിയാണ് പറഞ്ഞത്. പക്ഷെ ആ വക്കീലന്മാർക്ക് അത് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എനിക്ക് മനസ്സിലായി. ഒന്നാലോചിച്ച് നോക്കൂ, സുപ്രീം കോടതി ശാസിച്ചു, കേരളത്തിലെ 2 വ്യത്യസ്ത ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചുകൾ, 2 വ്യത്യസ്ത ബെഞ്ചുകൾ ഇവിടെ എന്താ നടക്കുന്നതെന്നൊക്കെയാണ് ചോദിച്ചത്. ആകെ കൂടി ഈ ദേവസ്വത്തിന്റെ ആ ഡിവിഷൻ ബെഞ്ച് ആരാണോ SITയെ നിയമിച്ചത് അവർ മാത്രമാണ് ഇപ്പോൾ ഇത് കുഴപ്പമില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ റിമാൻഡിൽ വേണ്ട, ഇവര് സ്വാഭാവികമായ ജാമ്യത്തിൽ പുറത്തു പോയാൽ ഒരു കുഴപ്പവുമില്ല എന്ന് കോടതി തന്നെയൊക്കെ പറഞ്ഞാൽ ഇതെന്താ? ഇനി മറ്റൊന്ന് കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇവര് ജാമ്യത്തിൽ പോയെന്നും പറഞ്ഞ് ഈ ഇതിനെ എങ്ങനെ ബാധിക്കും? ഒന്നും ബാധിക്കില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഇവിടെ മറ്റൊരു പരാമർശം കൂടി, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കേട്ടതാണ്. മറ്റൊരു പരാമർശം നമ്മൾ കേട്ടത് എന്താ? മോഷണ കേസ് പോലെയോ കൊലപാതക കേസ് പോലെയോ ഇത് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല, സങ്കീർണമായ ഒന്നാണെന്നാണ്. ഞാൻ 1-2 കൊലപാതക കേസ് അങ്ങോട്ട് പറയാം. അതായത് സിറാജ് പത്രത്തിന്റെ ഒരു KM ബഷീർ മാധ്യമ പ്രവർത്തകൻ, ഒരു IAS ഉദ്യോഗസ്ഥന്റെ കാറിടിച്ച് മരണപ്പെട്ടു. എവിടെ പോയി കിടക്കുന്ന ആ കേസ്? DV ഉണ്ണിത്താൻ എന്ന മാതൃഭൂമിയുടെ ഒരു റിപ്പോർട്ടറുടെ കയ്യും കാലും വെട്ടാൻ പോയ ഒരു കേസ് കിടപ്പുണ്ട്. അതെവിടെ പോയി കിടക്കുന്നു? 95-ൽ ആരംഭിച്ച SNC ലാവലിൻ കേസ് എവിടെ നിൽക്കുന്നു? ചേകന്നൂർ മൗലവി തിരോധാനം എവിടെ കിടക്കുന്നു? എത്ര ജസ്ന എന്ന് പറഞ്ഞ കോട്ടയത്ത് ഒരു പെൺകുട്ടിയെ കാണാതെ പോയത് 5 കൊല്ലമായി, എവിടെ കിടക്കുന്നു? അപ്പോൾ ഈ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആർക്കാണോ ആശങ്ക ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ വാദിയുടെ സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ആശങ്കയുണ്ടാകും. കോടതിക്കിപ്പോൾ എന്താ? കോടതികൾക്ക് ആശങ്കയുണ്ടാകണമെങ്കിൽ കോടതിയുടെ അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തിപരമായ കേസുകളോ വല്ലതും വരികയാണെങ്കിൽ അനിശ്ചിതമായി നീണ്ടുപോയാൽ ആശങ്കയുണ്ടാകും. ഇതിപ്പോ അയ്യപ്പന്റെ മുതലല്ലേ, അയ്യപ്പൻ എന്തായാലും വന്ന് പരാതിപ്പെടുകയില്ല. അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യമുണ്ടായിരുന്ന അഭിമാനവും സന്തോഷവും താല്പര്യവും ഒന്നുമില്ല. അതിനകത്ത് ശങ്കർ ദാസ് എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് മെമ്പറെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ കാണിച്ച പണികൾ എന്താ? ആദ്യമേ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി ICUവിൽ അഡ്മിറ്റായി. ആ വിജിലൻസിന്റെ ജഡ്ജ് വന്ന് നേരിട്ട് ആ ആശുപത്രിയിൽ നിന്ന് മാറ്റി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് നമ്മൾ കണ്ടതല്ലേ. അപ്പൊ ഈ SIT എന്ത് നല്ല അന്വേഷണമായിരുന്നു. അപ്പോൾ ഒരു ഉന്നതനായ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പിതാവാണ് എന്നുള്ള പരിഗണനയൊക്കെ സ്വാഭാവികമായി വന്നുപോകും. ഇവിടെ കോടതിയാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒന്നുമല്ല, മജ്ജയും മാംസവുമുള്ള മനുഷ്യരാണ് എല്ലാ സ്ഥാനങ്ങളിലും ഇരിക്കുന്നത്. അവർക്കും വികാരങ്ങളും അതുപോലെയുള്ളതൊക്കെ വന്നാൽ കുറ്റം പറയാനൊന്നും നോക്കില്ല. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഈ SITയുടെ അന്വേഷണം സത്യസന്ധമായി പൊയ്ക്കൊണ്ടിരുന്നതിനകത്ത് രാഷ്ട്രീയ ഇടപെടലുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ആ തർക്കമാണ് ഇതിനെ അഴിച്ചുകൊണ്ട് പോകുന്നത്. ഇനി മറ്റൊന്നുകൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ കേസ് വന്നപ്പോൾ ആദ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരു ലാഗിങ് വന്നു. അപ്പൊ സ്വാഭാവികം എന്ന് കരുതി. അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴാണ് മകരവിളക്ക് വരാറായപ്പോഴത്തേക്ക്, മണ്ഡലകാലം വരാറായപ്പോഴത്തേക്ക് പിന്നെയും ഒരു അടച്ചിൽ വന്നു. ഇനിയിപ്പോൾ വരുന്ന അടച്ചിൽ എന്താ? അടുത്ത മാസം കഴിയുമ്പോഴത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന നിർണായകമായ രാഷ്ട്രീയപരമായ തിരിച്ചടികളും ഒക്കെ ജനങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഘട്ടങ്ങൾ വരുമ്പോൾ പതുക്കെ പോവുകയും സഹായം ചെയ്തു കൊടുക്കുകയും അത് കഴിഞ്ഞ് എല്ലാവരുടെയും മനസ്സിൽ നിന്ന് ഇത് പോയി കഴിയുമ്പോൾ ഇതിനകത്ത് പിന്നെ എന്ത് ശിക്ഷ വന്നിട്ട് എന്ത് കാര്യം? ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക. 1 ഡസൻ പേര് അറസ്റ്റിലായി, അതിൽ കുറെ പേർ റിമാൻഡിലുമാണ്. അതേസമയം 3 പേർ, നമ്മുടെ ആദ്യം അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആദ്യത്തേതിൽ ജാമ്യം, അത് കഴിഞ്ഞ് മുരാരി ബാബുവിന് ജാമ്യം, ശ്രീകുമാർ എന്ന് പറയുന്ന ആളിന് ജാമ്യം. ഇങ്ങനെ ഒന്നൊന്നായി മുഴുവൻ പേരും ഇതിന് പുറത്ത്, ഈ ജയിലിന് പുറത്ത് വന്നാൽ ഈ കേസ് പിന്നെ ആകെ സങ്കീർണമാണെന്നാണ് പറഞ്ഞത്. ഇവിടെ മറ്റൊന്നുകൂടി നമുക്ക് നോക്കണം. VSSCയിൽ ഇതിന്റെയൊക്കെ ശാസ്ത്രീയ പരിശോധന നടത്താൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് എന്തായി? ഇപ്പം പറയുന്നത് എന്താ? ഞങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല.
അപ്പോൾ നമ്മളുടെ നാട്ടിൽ ഒറിജിനൽ സ്വർണം പണ്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചെയ്തത് പിന്നീട് അത് മാറ്റി വേറെ സ്വർണം കൊണ്ട് വെച്ചിട്ടുള്ളതാണോ അല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഈ 21ാം നൂറ്റാണ്ടിൽ 2026-ലും നമ്മൾക്ക് സംവിധാനങ്ങളില്ലേ? ശരി ശരി. അപ്പൊ ഇതൊക്കെ ഒരു സാധാരണ ജനത്തിന്റെ സംശയമാണ്. ഇതിനെ രാഷ്ട്രീയം അങ്ങോട്ട് മാറ്റി നിർത്തി യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരും യഥാർത്ഥ മലയാളികളുടെയും ഒരു മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് ഇതിനെ കണ്ടാൽ ഒരു സംശയവും വേണ്ട, ഈ അന്വേഷണത്തിനകത്തുള്ള സർവ്വവിശ്വാസ്യതയും തൽക്കാലത്തേക്കെങ്കിലും മങ്ങിയിരിക്കുന്നു. എപ്പോഴും കോടതി പറയുന്നത് ജസ്റ്റിസ് ഡിലേ ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണ്. ഇവിടെ എത്രയോ ഡിലേ ആയിരിക്കുന്നു. ഇനിയെങ്കിലും ഈ ഡിലേ വരാതെ കൃത്യമായി ഇതിനകത്ത് അറസ്റ്റുകളും അതുപോലെ ചോദ്യം ചെയ്ത ഒരു മുൻ മന്ത്രിയൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ അനക്കമില്ലല്ലോ. ഓക്കെ ശരി, ഞാൻ അങ്ങേലേക്ക് വരാം. ശരി, വ്യക്തമാണ്. ഞാൻ അങ്ങേലേക്ക് വരാം. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, നോക്കൂ, SITക്ക് അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്ന ആരംഭ ശൂരത്വം ഇപ്പോൾ കാണുന്നില്ല. നോക്കൂ, പ്രതികൾ ഓരോരുത്തരായി പുറത്തേക്ക് വരുന്ന, അതായത് സ്വാഭാവിക ജാമ്യം തേടി പുറത്തേക്ക് വരികയാണ് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട്. കൂടുതൽ പ്രതികൾ അങ്ങനെ അത്തരത്തിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നു. കുറ്റപത്രം ഇതുവരെ കൊടുത്തിട്ടില്ല. മുഴുവനും എന്താണ് സംഭവിച്ചതെന്നൊരു കൺക്ലൂഷനിലേക്ക് ഇതുവരെയും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം SIT എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോഴും നിങ്ങൾ പറയുന്നത്, തൊട്ടു മുൻപ് ഉള്ള ചോദ്യത്തിന് നിങ്ങൾ പറയുകയാണ് അന്വേഷണം ശരിയായ രീതിയിലാണ് പോകുന്നതെന്ന്. ഇപ്പോഴും ഈ കാര്യങ്ങളൊക്കെയും സംഭവിച്ചിട്ട്, അതായത് ഒരു തരത്തിലും തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടില്ല. പ്രതികൾ ഇനിയും ചോദ്യം ചെയ്യാനുണ്ട്. കൂടുതൽ പ്രതികളിലേക്ക് എത്താത്ത സാഹചര്യമുണ്ട്. മറുഭാഗത്ത് ജയിലിനുള്ളിൽ കഴിയുന്ന ആളുകൾ സ്വാഭാവിക ജാമ്യം തേടി പുറത്തേക്ക് പോകുന്ന സാഹചര്യം. അപ്പോഴും നിങ്ങൾ പറയുകയാണ് ഈ SITയുടെ അന്വേഷണം അല്ലെങ്കിൽ SIT മഹത്തരമെന്ന്, അല്ലേ? മേഘ, ഈ മഹത്തരം എന്ന് പറഞ്ഞാൽ നമ്മളാണോ? ഈ മഹത്തരം എന്ന് പറഞ്ഞത് കോടതിയാണെന്നേ. കഴിഞ്ഞ സമയത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, അതായത് SITയുടെ അന്വേഷണം ശരിയായ രീതിയിലാണ് പോകുന്നത്, അതിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, എല്ലാ യാഥാർത്ഥ്യങ്ങളും പുറത്തു വരും എന്ന് അങ്ങ് തന്നെയാണ് പറഞ്ഞത്. അതിനെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞാൻ മറ്റൊരു ചോദ്യമായി ചോദിച്ചത്. ഇപ്പോഴും ഈ അന്വേഷണം മഹത്തരമാണ് അല്ലെങ്കിൽ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്, മഹത്വവൽക്കരിക്കുകയാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്റെ ഭാഗത്ത് നോക്കിയാൽ അത് മഹത്വവൽക്കരിക്കും, ഒരു സംശയമില്ല. എന്താ കാര്യം എന്തെന്നറിയാമോ? ഇപ്പൊ ഞാൻ ഒരു അഭിഭാഷകനാണ്. ഈ അഭിഭാഷകന്റെ രീതിയിൽ കോടതി നോക്കുമ്പോഴത്തേക്കും കോടതിയുടെ നിരീക്ഷണത്തിലും അത് മഹത്തരമാണ്. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷം കൊടുത്തിട്ടിരിക്കുന്ന CBIക്ക് കൊടുക്കണമെന്ന് വേണ്ട, ഇത് കറക്റ്റായിട്ട് എന്ന ദിശയിലാണ് കോടതി പറഞ്ഞു. ആ കോടതിയല്ലേ പറഞ്ഞത്. അതിനെ മാറ്റിവെച്ചിട്ടൊന്നുമില്ല, പരിഗണിക്കാൻ മാറ്റിവെച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ അതിനെ തള്ളിയിട്ടൊന്നുമില്ല കോടതി. അല്ല, ഞാൻ പറഞ്ഞു തള്ളിയിട്ടോ കൊള്ളിട്ടോ ഇപ്പൊ ഇല്ലല്ലോ. നിങ്ങൾ കൊടുത്തപ്പോഴത്തേക്കും ഇത് അത് അന്വേഷണത്തിന് പോട്ടെ. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം അങ്ങനെ CBI എൻക്വയറി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലൊന്നും പോയിട്ടില്ല? പോയിട്ടുണ്ട്. ഹൈന്ദവ സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ് പോയത്. ഞാൻ പറഞ്ഞ പ്രതിപക്ഷ സംഘടനകൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ, അല്ലല്ലോ. അപ്പോൾ അവർ പോയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ സാദിഖ് സാർ പറഞ്ഞ പോലെ ഒരു അന്വേഷണം നടത്തി കോടതി, ഇപ്പം നമുക്ക് കോടതിയല്ലേ ഈ ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന കോടതികളാണല്ലോ. ആ കോടതികളിൽ ഇരിക്കുന്ന ഒരു മോശക്കാരെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറ്റില്ല. ഇപ്പം പണ്ട് ആരോ പറഞ്ഞാൽ ഈ മനുഷ്യന് ചങ്ങലയിടാം, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച എന്തെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സാദിഖ് സാർ പറയുന്നു. അപ്പം ആന്റണി രാജുവിനെ പോലെയുള്ളവരൊക്കെ അല്ല, ഞാൻ പറഞ്ഞ അഭിഭാഷകന് ഞാൻ പറഞ്ഞിട്ട് ഒരു കേസിന്റെ കാര്യത്തിനുള്ള ഇതുപോലെയാണോ ഈ കേസ്? അങ്ങനെയൊന്നുമല്ലോ. അദ്ദേഹം ഒരു അഭിഭാഷകനായിരുന്നില്ല. ആ അഭിഭാഷകന്റെ വൃത്തിയിൽ നിന്ന് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒരു പൊതു കാര്യങ്ങളും രണ്ട് വ്യത്യാസമുണ്ട്. മേഘ, ഞാൻ ഇത് പറയുന്നത് ഇപ്പം നിങ്ങൾ ആന്റണി രാജുവിൻ്റെ കേസൊക്കെ പറഞ്ഞിട്ട് അത് നേരത്തെ പിന്നെ പറയും. വേറൊരു കേസ് നിങ്ങളൊന്ന് കാര്യം പറയുന്നത്, ഈ കേസ് എന്ന് പറയുന്നത് കോടതി എന്താണ് നേരത്തെ മേഘ തന്നെ പറഞ്ഞു, നിങ്ങൾ ഈ സ്വാഭാവിക നിയമം 90 ദിവസം കഴിഞ്ഞപ്പോഴും കിട്ടിയെങ്കിലും ഈ കുറ്റവാളികളൊന്നും രക്ഷപ്പെടില്ല. അത് തന്നെ ഞാൻ പറഞ്ഞത്. മേഘ പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്.
മേഘ തൊട്ട് മുമ്പ് കോടതി പറഞ്ഞ കാര്യം മേഘ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായി കോടതിക്ക് അതിൻ്റെതായ അല്ല, എനിക്ക് സംശയം അതല്ല. എങ്ങനെ കോടതിക്ക് അത് പറയാൻ കഴിയും? കൃത്യമായി അന്വേഷണം നടത്തി 90 ദിവസം കുറ്റപത്രം കൊടുക്കാതെ പ്രതികൾക്ക് ജാമ്യം കൊടുക്കുന്ന കോടതി എങ്ങനെ തെളിവുകൾ എത്തുന്ന കോടതിക്ക് ചെയ്യാൻ പറ്റും? അല്ല, അനിലും ഞാനും പറയും പോലെയാണോ? വളരെ നിർഭാഗ്യകരമായ പരാമർശം കോടതിയിലുണ്ടായി. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, അഡ്വക്കേറ്റ് അല്ല അനിൽ ഒന്ന് കാര്യം ചെയ്തു, കോടതി എടുത്ത് പറയൂ, നിങ്ങളെ മറ്റേ ഏതോ സിനിമയിൽ പറഞ്ഞല്ലേ നിങ്ങൾ ഈ കോടതിയും ഇങ്ങനെയാണ് പറയുന്നത്, കോടതിയെ നമുക്ക് വിശ്വാസമില്ല. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ കോടതി ഈ കേസ് വാനിഷ് ചെയ്യും അല്ലെങ്കിൽ അക്യൂട്ട് ചെയ്യും, നിങ്ങൾ പറയൂ, അങ്ങനെ പറയൂ. അല്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ കോടതി വിശ്വസിക്കണ്ടേ? ഈ അല്ല് പറഞ്ഞില്ല, കോടതി പറയുന്നത് കോടതിയുടെ കാര്യങ്ങൾ അങ്ങനെ ആ രീതിയിൽ നമ്മൾ നിരീക്ഷണങ്ങളെ കാണുകയല്ലേ. അല്ല നോക്കൂ, ഇവിടെ ഞാൻ ചോദിച്ചിത്രേ ഉള്ളൂ, ഈ അന്വേഷണം ഇപ്പോഴും നിങ്ങൾ ഈ മഹത്തരമാണ് എന്ന് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് എന്റെ ഭാഗത്തു നിന്നുള്ള സംശയം. അത് ഇതിന്റെ നിങ്ങൾ പറയുന്നത് ഇതിന്റെ ഫൈനൽ കൺക്ലൂഷൻ വരുമല്ലോ, ഒരു ഫൈനൽ കൺക്ലൂഷൻ വരാതെ ഇപ്പോൾ ഈ അന്വേഷണം തുടങ്ങിയിട്ട് എത്ര കാലമായി 90 മുതൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്നാര് പറഞ്ഞു? കണ്ടെത്തിയിട്ടുണ്ടോ? അല്ല, അങ്ങേക്ക് അറിവുണ്ടോ? അല്ല, അന്വേഷണ സംഘം അങ്ങേക്ക് പേഴ്സണലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങയുടെ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും എനിക്കറിയില്ല. അല്ല, ഞാൻ പറഞ്ഞു 90 മുതൽ കൊണ്ടുവന്നിട്ടുണ്ടത് ആ ഇവിടെ നിന്ന് പോയ 90 മുതലാണോ എന്ന് പരിശോധിക്കാൻ. അതുകൊണ്ടാണ് 5 മാസം അന്വേഷണം തുടങ്ങിയിട്ട് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് ആ സാധ്യത കണ്ട് 90 ദിവസത്തിനകം ഓരോ ആളുകളും ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. അല്ല, ഞാൻ ഒരു പോയിട്ട് കേസുകളിൽ വിഭിന്നമായ കേസുകളുണ്ട്. ഇപ്പോൾ ഒരു കൊലപാതകം നടക്കും പോലെയല്ല ഒരു മോഷണ കേസ്, ഒരു മോഷണ കേസ് പോലെയല്ല വേറൊരു റേപ്പ് കേസ് വരുന്നത്, ആ പോലെയല്ല വേറൊരു സിവിൽ കേസ് വരുന്നത്. അതെ, പറയുന്നേക്കണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു വലിയ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഇപ്പം നമ്മളെ ജീവിതത്തിൽ ഇത്രയും ഇങ്ങനെ ഒരു സ്വർണം പോയിട്ടുള്ള കേസ് ആദ്യമായിട്ടാണ്. ഒരു പോലീസ് ചിലപ്പം അന്വേഷിക്കുന്നത് ഈ സ്വർണം ഇന്നലെ പോയെന്നല്ല, ഈ ആഴ്ച പോയല്ല, 6 മാസത്തിന് മുമ്പ് പോയല്ല, ഇത് നേരത്തെ പോയിട്ടുണ്ട്. ആ സ്വർണം തിരിച്ചു കൊണ്ടുവരുന്നത് ഇപ്പം തന്നെ ബഹുമാനപ്പെട്ട VSSCയിലെ കാര്യം പറഞ്ഞു സാദിഖ് സാറ്. ഈ VSSC കൺട്രോൾ ചെയ്യുന്നത് കേരള ഗവൺമെൻറ് ആണോ? അല്ലല്ലോ, കേരള ഗവൺമെൻറ് അല്ലല്ലോ. അപ്പോൾ അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാര്യം കേസ് അങ്ങനെ തായുണ്ട്. ആ കേസിന് അങ്ങനെ ആസ്പദമാക്കി വരുമ്പോൾ ചിലപ്പോൾ 90 ദിവസത്തിനകത്ത് കുറ്റപത്രം കൊടുക്കാൻ പറ്റിയില്ലായിരിക്കും. ഞാൻ ഇത് എൻ്റെ ഒരു ഇതാണ് പറയുന്നത്, അഭിഭാഷകൻ എന്നുള്ള ഇതാണ് പറയുന്നത്. ഞാൻ ഒരു LDFൻ്റെ പ്രതിനിധിയായിട്ടല്ല നീ ഇത് പറയുന്നത്, ഞാൻ ഇത് പറയുന്നത് ഒരു അഭിഭാഷകൻ്റെ നിലയിലാണ് പറഞ്ഞത്. അപ്പോൾ ചില കേസുകളൊക്കെ അങ്ങനെ നമുക്ക് കൊടുക്കേണ്ടി വരും എന്നും പറഞ്ഞാൽ ഈ കുറ്റവാളികളൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത് നിങ്ങൾ ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ ഈ കുറ്റവാളികൾ രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ കോടതിക്ക് എന്താണ് ആ ബോധ്യം? എന്താണ് ബോധ്യം? അതായത് അല്ല, എനിക്ക് ഞാൻ പറഞ്ഞു ഒരു അഭിഭാഷകൻ നിലയിൽ എനിക്ക് ഇതിൻ്റെ അവസാനത്തെ ഒരു ട്രയലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ കുറ്റവാളികളൊന്നും ജീവിതത്തിൽ രക്ഷപ്പെടില്ല, ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടത്തുന്നത്, അല്ലെങ്കിൽ ഓപ്പൺ കോടതി നടത്തിക്കൂടി. ഓപ്പൺ കോടതിയാണ് ആരും അറിയാതെ ചോദ്യം ചെയ്തു. അത് ആ ചോദ്യം ചെയ്തതിനു ശേഷം മറ്റൊരു നടപടികൾ ഉണ്ടായിട്ടില്ല. VN വാസവനെതിരെ ഉണ്ടായിട്ടില്ല. മറ്റ് പ്രധാനപ്പെട്ട ആളുകൾക്ക് PS പ്രശാന്തിനെ ചോദ്യം ചെയ്തു, നടപടി ഉണ്ടായിട്ടില്ല. ഇതൊക്കെ എവിടെ പോയി? ആവിയായി പോയി. ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പം ഒരു കാര്യം പറ്റി കടകംപള്ളി ഇപ്പോൾ പ്രശാന്തിനെ ചോദ്യം ചെയ്ത് അദ്ദേഹം ഇൻവോൾവ് ഇല്ലാത്ത കാര്യങ്ങളിൽ അദ്ദേഹത്തിനെ പിടിച്ച് അകത്തിടണോ? നിങ്ങൾക്ക് എന്താണ് ഇത്ര? അല്ല, നിങ്ങൾ ഇൻവോൾവ് ഉണ്ടെന്ന് മേഘയ്ക്ക് എങ്ങനെ മനസ്സിലായി? നിങ്ങൾ പറഞ്ഞതുപോലെ ഇൻവോൾവ് ആണെന്ന് SITക്കും കോടതിക്കും ബോധ്യപ്പെട്ടാൽ അദ്ദേഹം അകത്താവും. അപ്പൊ കടകംപള്ളി സുരേന്ദ്രന്റെ കൃത്യമായ മൊഴി ഉണ്ടായിരുന്നല്ലോ പത്മകുമാറിന്, എന്തുകൊണ്ടാണ് അകത്താകാതിരുന്നത്? അല്ല, അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? കടകംപള്ളി മൊഴി ഉണ്ടായിരുന്നു, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത് പത്മകുമാറിന്റെ കൃത്യമായ മൊഴി ഉണ്ടായത്. എല്ലാം കടകംപള്ളി സുരേന്ദ്രന്റെ അറിവോട് കൂടിയായിരുന്നു സംഭവിച്ചത്. ദേവസ്വം മന്ത്രിയുടെ അറിവോട് കൂടിയാണ് നടന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പത്മകുമാറിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ മൊഴി ഉണ്ടായിരുന്നു. കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിലൊന്നും സംഭവിച്ചില്ലല്ലോ. കടകംപള്ളി ഇതാണ് പറഞ്ഞത്, എൻ്റെ മുമ്പിൽ ഇതിങ്ങനത്തെ ഒരു പേപ്പർ വന്നില്ല, അങ്ങനെ എന്തെങ്കിലും പേപ്പർ ഉണ്ടെങ്കിൽ കാണിക്കൂ എന്നല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ട് ഇരുന്നാലും
ദേവസ്വം ബോർഡിന് പ്രത്യേക ഒരു ഇതാണ് കവിനന്റ് നിയമമുണ്ട്. ആ കവിനന്റ് നിയമം അനുസരിച്ച് ഇത് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അത് ദേവസ്വം ബോർഡിനെ പ്രതിപക്ഷം പറയുന്നത് കൃത്യമായ ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അതുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യലിനപ്പുറത്തേക്ക് മറ്റ് നടപടികളിലേക്ക് അറസ്റ്റിലേക്കോ മറ്റ് നടപടികളിലേക്കോ ഒന്നും പോകാത്തത്. പത്മകുമാർ പറയുകയാണ് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ എല്ലാം അറിയാമായിരുന്നു, അദ്ദേഹത്തിന് അറിവോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സംസ്ഥാനത്ത് സംഭവിച്ചത് എന്നൊക്കെയുള്ള കൃത്യമായ മൊഴി അന്വേഷണ സംഘത്തിന്റെ പക്കൽ ഉണ്ടായിട്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടും ആരും അറിയാതെയുള്ള ചോദ്യം ചെയ്യൽ നടന്നിട്ടും ദിവസങ്ങൾക്ക് ശേഷമാണല്ലോ മാധ്യമങ്ങളും ഇവിടുത്തെ ആ ചോദ്യം ചെയ്യലിനെ കുറിച്ച് പറയുന്നത്. ആ ചോദ്യം ചെയ്യലിന് ശേഷം ഒന്നും ഉണ്ടായില്ല. എന്തുകൊണ്ടാണ്? അവിടെയാണ് പ്രതിപക്ഷം തുടർച്ചയായി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. പ്രതിപക്ഷത്തിന്, അതായത് ഭരണപക്ഷത്തിന്റെ ശക്തമായ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ശക്തമായ ഇടപെടൽ ബാഹ്യ സമ്മർദ്ദം അന്വേഷണ സംഘത്തിന് മേലുണ്ട്, SITക്ക് മേലുണ്ട്. ഞാൻ ചോദിക്കട്ടല്ലോ, അടൂർ പ്രകാശിനെ വിളിച്ചിട്ടില്ലേ? ബെന്നി ബെഹ്നാനെ വിളിച്ചിട്ടില്ലേ? അല്ല, അപ്പൊ അങ്ങോട്ട് തിരിച്ചു മുഖ്യമന്ത്രിയുടെ കൂടെ ഒപ്പം ഫോട്ടോ എടുത്തില്ലേ? അല്ല, മുഖ്യമന്ത്രിയുടെ കൂടെ ഒപ്പം പോയില്ലേ? മുഖ്യമന്ത്രിയുടെ കൂടെ പോയില്ല അല്ലേ? മുഖ്യമന്ത്രിയുടെ കൂടെ ഒപ്പം പോയില്ല. നിങ്ങൾക്ക് ഈ കൂടിക്കാഴ്ചയാണോ പ്രശ്നം, മോശമാണോ പ്രശ്നം? അല്ല, ഇപ്പൊ പറ. അല്ല, കൂടിക്കാഴ്ചയാണോ? അല്ല, അത് രാഷ്ട്രീയമാണ്. അപ്പോൾ തിരിച്ച് പ്രതിപക്ഷം പറയും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ മറുപടി പറയാനുണ്ട്. അപ്പൊ മുഖ്യമന്ത്രിയുടെ പോയതോ മറ്റ് CPM നേതാക്കളുടെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി പോയതോ? അല്ല, സോണിയാഗാന്ധി കയ്യില് നൂല് കെട്ടാനാണ് പോയത്. എന്തിനു നൂല് കെട്ടാൻ പോയത്? MABയെ കേൾക്കാത്ത നിങ്ങളോടൊന്നും ഒന്നും പറയാനില്ല. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എനിക്ക് സംസാരിക്കാൻ. അല്ല, ഞാൻ പറയുന്നത് ഈ കേസ് എന്ന് പറയുന്നത് നല്ല ദിശയിലാണ് പോണത്. നിങ്ങൾ പ്രതിപക്ഷവും മാധ്യമങ്ങളൊന്നും അതിന് തെറ്റിക്കാതെ ഇരുന്നാൽ മതി. ആ തെറ്റിക്കാതെ ഇരുന്നാൽ അതിലെ ആൾക്കാർ അത് കുറ്റം വരും, കുറ്റശിക്ഷയായി അനുഭവിക്കും, നമുക്ക് കാണുകയും ചെയ്യാം. ശരി, ശ്രീ തേക്കടാനിൽ കൃത്യമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് സതീഷ് വസന്ത് വ്യക്തമാക്കുന്നത്. നോക്കൂ, പോറ്റിയുടെ ജാമ്യം അത് നാളെ പരിഗണിക്കാനിരിക്കുകയാണ്. സ്വാഭാവിക ജാമ്യം തേടി അദ്ദേഹം ഒരു 99% അദ്ദേഹം പുറത്തേക്ക് വരും. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. 90 ദിവസത്തിന് ശേഷം സ്വാഭാവിക ജാമ്യം എന്നതിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ കട്ടിളപ്പാളി കേസിലുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ, അതായത് ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരും ഈ കോടതി വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ, ഈ കുറ്റവാളികൾ ആരും ശിക്ഷിക്കപ്പെടില്ല, പുറത്തേക്ക് വരുന്നതിൽ ആശങ്ക വേണ്ട എന്നുള്ളത്. അത് കോടതി പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാകുമോ? അല്ല, കോടതിയുടെ മുമ്പ് എന്ത് തെളിവ് വന്നു? കോടതിയുടെ മുമ്പ് തെളിവ് കൃത്യമായി വന്നിരുന്നുവെങ്കിൽ 90 ദിവസത്തിനകത്ത് കുറ്റപത്രം സമർപ്പിക്കണമായിരുന്നു. അപ്പോൾ കോടതിയുടെ മുമ്പ് ചില പ്രാഥമിക നിഗമനങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്നത് മാത്രമാണ് കോടതിയിലുള്ളത്. ഏറ്റവും നിർഭാഗ്യകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, കോടതിയിൽ ഇന്ന് നടത്തിയ പരാമർശം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രതികൾക്ക് ജാമ്യം കിട്ടിയാലും കുറ്റവാളികൾ രക്ഷപ്പെടില്ല എന്നൊരു കോടതി പറയുമ്പോൾ തന്നെ അതിൽ ചില അസ്വാഭാവികതകളില്ലേ? ഇത്രയും ഗൗരവതരമായ ഒരു വിശ്വാസി സമൂഹത്തിൻ്റെ 45 കിലോഗ്രാം സ്വർണം മോഷണം പോയ കേസിൽ ഏറ്റവും വലിയ ക്രിമിനൽ നാളെ ജാമ്യത്തിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് അന്വേഷണ ഏജൻസിയുടെയും അതോടൊപ്പം തന്നെ ഇതുവരെ നമ്മൾ വിശ്വസിച്ചിരുന്ന നീതിന്യായ വ്യവസ്ഥയുടെയൊക്കെ ഒരു വലിയ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇനി ധാരാളം പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ട്. ഈ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു. SITയിൽ വിശ്വാസം ജനങ്ങൾ ചോദ്യം ചെയ്യുന്നു. ഇത്രയും ഗുരുതരമായ ആക്ഷേപം ഉണ്ടായിട്ട് ഇത്രയും ഗൗരവതരമായ ഒരു 4-5 മാസം കൊണ്ട് കേരളം ചർച്ച ചെയ്യുന്ന ഇത്രയും വലിയൊരു കൊള്ള, ആ കൊള്ളയ്ക്കൊരു വ്യക്തമായ തീരുമാനം ഉണ്ടാക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കഴിയുന്നില്ല. അതിൻ്റെ നിയന്ത്രണമുള്ള കോടതി പറയുന്ന പരാമർശങ്ങൾ അനുദിനം ജനങ്ങൾക്ക് സംശയമുണ്ട്. ഈ അന്വേഷണം ശരിയായ ദിശയിലാണോ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ മുഴുവൻ ആളുകൾക്കും സംശയമുണ്ട്. ഇവിടെ നടന്ന പല കാര്യങ്ങൾ പോലെ ഇതൊരു കൊലപാതക കേസ് പോലെ ഒന്നുള്ളതല്ല, ഇത് മറ്റൊരു ക്രിമിനൽ കേസ് പോലെയുള്ളതല്ല. ശബരിമല എന്ന് പറയുന്ന ലോകത്തെ വിശ്വാസി സമൂഹം എന്ത് മനസ്സിൽ കൊണ്ട് നടക്കുന്ന അവിടെ കളങ്കപ്പെടുത്തുന്നതിനുണ്ടായ ഒരു ശ്രമമാണ്. അവിടെ അറസ്റ്റിലായ ആളുകൾ ആരൊക്കെ? അറസ്റ്റിലായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾ. ഇനി അറസ്റ്റിലാകേണ്ടത് 2 മന്ത്രിമാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ. അപ്പോൾ അവരെ എല്ലാം അറസ്റ്റ് ചെയ്താൽ ഒരുപക്ഷെ ഈ ഗവൺമെൻറ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖം വികൃതമാവും. ഇപ്പോൾ ഇവിടെ എന്താണ്? ഇപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും വെച്ച് താമസിപ്പിക്കുകയാണ്. ഇനി ഇവിടെ സതീഷ് വസന്ത് പറഞ്ഞാൽ സാദിഖ് സാർ നേരത്തെ സൂചിപ്പിച്ചു, എന്താണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും എല്ലാവരുടെയും ശ്രദ്ധ തെരഞ്ഞെടുപ്പിലേക്ക് പോകും. എന്താണ് ഡിലേഡ് ജസ്റ്റിസ് ഡിനൈൽ ഓഫ് ജസ്റ്റിസ് എന്ന് തന്നെയാണ്. നീതി താമസിച്ച് കിട്ടുന്ന നീതി നിഷേധത്തിന് തുല്യമാണ്.
അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അതിനെക്കുറിച്ച് ഇതുവരെ ജാഗ്രതയോടെ അന്വേഷിച്ച ആളുകൾ എവിടെയോ താളം തെറ്റുന്നു, ആരെയൊക്കെയോ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയും ഡോളർ കള്ളക്കടത്തിൻ്റെയും മാസപ്പടി സമരത്തിൻ്റെയും മണൽവെട്ടി കള്ളക്കടത്തിൻ്റെയും ഒക്കെ കേസുകൾ സമാപിച്ചതുപോലെ ഇത്രയും ഗുരുതരമായ ശബരിമല സ്വർണ്ണക്കൊള്ളയും ഇത് അവസാനിപ്പിക്കുമോ എന്നുള്ള സംശയം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഇതൊരിക്കലും ഒരു ശരിയായ ദിശയിലല്ല പോകുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ 2 പേരെ തിരികെ കയറ്റിയതോടുകൂടി എന്താണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ജാമ്യത്തിൽ പോകാം, 90 ദിവസം കഴിയുന്ന ആളുകൾ, അതായത് ഒരു കുറ്റകൃത്യം നമുക്ക് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ്? ഒരു കുറ്റകൃത്യം കടന്നാൽ നിങ്ങൾ 90 ദിവസം ജയിലിൽ കിടക്കാൻ തയ്യാറായാൽ മതി, സമയത്തിന് പോലീസ് കുറ്റപത്രം കൊടുക്കാതിരുന്നാൽ മതി. 90 ദിവസം കഴിയുമ്പോൾ എത്ര അന്താരാഷ്ട്ര കുറ്റവാളി ഇവരെല്ലാം അന്താരാഷ്ട്ര കുറ്റവാളികളാണ്. ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിട്ടുള്ള ഇവിടെ മുരാരി ബാബു ആയിരുന്നാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിരുന്നാലും പത്മകുമാർ ആയിരുന്നാലും അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് കേസിലെ പ്രതികളെ ട്രീറ്റ് ചെയ്യുന്ന മാതിരി ട്രീറ്റ് ചെയ്യണം. അതിന് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇടപെടേണ്ടതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്ന് കറങ്ങി നോട്ടീസ് കൊടുത്ത് പോകുന്നതല്ലാതെ അവരും അതിലേക്ക് കടങ്ങുന്നില്ല. എന്ത് ഡീലാണ് കേന്ദ്ര ഗവൺമെന്റും കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഇത്ര നഗ്നമായ സ്വർണ്ണക്കൊള്ള നടന്ന ഈ കേസിനെ സംബന്ധിച്ച് അവലംബിക്കുന്നത്? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞ ഒരു IG-യും കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ കൂട്ടിച്ചേർത്ത ആളുകളും ഒരു സംവിധാനം ഈ കേസിനെ തേച്ചുമാച്ച് കളയാൻ നടക്കുന്ന ഈ ശ്രമങ്ങൾ, അതാണ് കേരളത്തിന്റെ പൊതുജന സമൂഹത്തിന് വലിയ ആശങ്കയുണ്ടാക്കുന്നത്. ശരി, വ്യക്തമാണ്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യും. ശ്രീ AK സാദിഖ്, നോക്കൂ, ശബരിമല സ്വർണ്ണക്കൊള്ള നമ്മൾ കഴിഞ്ഞ 5 മാസമായി അല്ലെങ്കിൽ ഈ SIT അന്വേഷണം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് ഓരോ ദിവസവും അത് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതിൽ സത്യം പുറത്തു വരണം എന്നുള്ളതാണ് എല്ലാ വിശ്വാസികളുടെയും അല്ലെങ്കിൽ കേരളീയരുടെ ഒന്നാകെയുള്ള ആഗ്രഹം. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് ഈ SITയുടെ അന്വേഷണം അത് വലിയ തരത്തിലുള്ള അന്വേഷണം ഇഴയുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നത് കണ്ടത്. ഈ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാത്തതും ഒക്കെ പ്രതിപക്ഷം ആവർത്തിച്ച് ഓരോ പ്രതികരണങ്ങളുമൊക്കെയായി വന്നത് നമ്മൾ കണ്ടതാണ്. കോടതിയുടെ ഇടപെടൽ, കോടതിയുടെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. വലിയ വിമർശനങ്ങൾ, രൂക്ഷ വിമർശനങ്ങളൊക്കെ ഒരു സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അതിന് മുന്നോടിയായി ഒക്കെ SITക്ക് കേൾക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നീട് ഈ പ്രതികളെല്ലാവരും സ്വാഭാവിക ജാമ്യം നേടി പുറത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നാളെ ആ ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കുകയാണ്. ഏതായാലും ഉറപ്പാണ്, ഒരു പരിധിവരെ ഉറപ്പാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാഭാവിക ജാമ്യം നേടി പുറത്തേക്ക് വരും എന്നുള്ളത്. അതായത് കോടതി അപ്പോഴും പറയുന്ന സംശയം, അതായത് ജനങ്ങൾക്ക് ഇത്തരത്തിൽ പ്രതികൾ പുറത്തേക്ക് വരുന്നത് ജനങ്ങൾക്ക് സംശയം ഉണ്ടാക്കും എന്ന കോടതി ഒരിക്കൽ വ്യക്തമാക്കിയതുമാണ്. ഈ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാത്തതും അല്ലെങ്കിൽ മറ്റു പ്രതികൾ ഓരോരുത്തരായി പുറത്തേക്ക് വരുന്ന സാഹചര്യമൊക്കെ സംശയങ്ങൾക്ക് ഇടയാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഇടക്കാല കുറ്റപത്രം പോലും അന്വേഷണ സംഘത്തിന് മേൽ അല്ലെങ്കിൽ അങ്ങനെ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു സാഹചര്യവുമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം പറഞ്ഞു, എല്ലാം അടിച്ചുകൊണ്ട് പോയ ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുറത്തേക്ക് വരുന്ന ഈ പുറത്തേക്ക് വരുന്ന പ്രതികൾ സ്വാഭാവികമായും തമ്മിൽ കാണാനും അല്ലെങ്കിൽ ഈ തെളിവുകൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോവുകയും ചെയ്യും. അതായത് ജനങ്ങളുടെ സാമാന്യ ബോധത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു ഘട്ടം കൂടിയാണോ എന്നുള്ളതാണ്. മിസ് മേഘ, നമ്മളിപ്പോൾ 5 മാസം മുമ്പ് ആരംഭിച്ച ദ്വാരപാലക ശില്പവും ശ്രീകോവിലും പ്രഭാമണ്ഡലവും യോഗദണ്ഡും രുദ്രാക്ഷമാലയും അഷ്ടദിക്പാലകരും ഇനി അവിടെ ഏതെങ്കിലും അടിച്ചു മാറ്റാനുണ്ടോ എന്നുള്ള സംശയത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതിനകത്ത് എന്താണ് തീരുമാനമെന്ന് ആകാംക്ഷയോടെ ഇരിക്കുമ്പോൾ അടുത്ത പുതിയ വാർത്ത വന്നല്ലോ. ആട്ടിയ നെയ്യ് അടിച്ചു മാറ്റിയതിൽ ആദ്യത്തെ പ്രതി തിരുവനന്തപുരത്തുകാരൻ സുനിൽ കുമാർ അറസ്റ്റിൽ. ഒന്നൊഴിയാതെ ഇങ്ങനെ അവിടെ ഈ കഴിഞ്ഞ 2019 മുതൽ 2025 കഴിഞ്ഞ് 2026 ഇത് ഇങ്ങനെ ഈ കാണ്ടം പോലെ ഇങ്ങനെ നീണ്ട് ഒരു മോഷണത്തിന്റെ ഒരു തുടർ പ്രക്രിയ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾക്ക് ഈ SITയുടെ അന്വേഷണം സ്തുത്യർഹമാണ് എന്ന് നമ്മൾക്കും സമ്മതിക്കണമെങ്കിൽ എന്തു വേണമായിരുന്നു? സുപ്രീം കോടതി ഈ അന്വേഷണം നല്ലതാണ് എന്ന് പറയണമായിരുന്നു.
കേരളത്തിലെ ഹൈക്കോടതിയിലെ മറ്റ് ഡിവിഷൻ സിംഗിൾ ബെഞ്ചുകളിൽ ചെന്നപ്പോൾ എല്ലാം അവർ പറയണമായിരുന്നു. അവരാരും ഇത് നല്ല അന്വേഷണമാണെന്ന് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ദേവസ്വം ബോർഡിലെ 2 മെമ്പർമാരിൽ ഒരു പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു, ഒരു മെമ്പറെ അറസ്റ്റ് ചെയ്തു. രണ്ടാമത്തെ ഒരു ദേവസ്വം ബോർഡ് മെമ്പറെ അറസ്റ്റ് ചെയ്യാത്ത എന്താണെന്ന് കോടതി തന്നെ ചോദിച്ചത്. അദ്ദേഹത്തിന്റെ മകൻ പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ടാണോ എന്ന് പോലും ചോദിച്ചത് നമ്മൾ ഇവിടെ കണ്ടില്ലേ, കേട്ടില്ലേ? ഇതൊക്കെ കാണുകയും കേൾക്കുകയും കോടതിയിൽ ഇംഗ്ലീഷിലാണ് പറഞ്ഞതെങ്കിലും അതിന്റെ മലയാളം പരിഭാഷ അരിയാഹാരം കഴിക്കുന്നത് നമ്മളെല്ലാം കേട്ടവരാ, അഡ്വക്കേറ്റുമാർ ഉൾപ്പെടെയുള്ളവർ കേട്ടതാ. അപ്പോ ഈ ആണ്ടി നല്ല അടിക്കാരനാണ് എന്ന് പറഞ്ഞതാരാ? ആണ്ടി തന്നെയാണ്. അതേപോലെ ഈ SIT നല്ല അന്വേഷണ ഉദ്യോഗസ്ഥരാ, പറയുന്ന ആരാ? SITയെ നിയമിച്ചവര് തന്നെയാണ്. ആ SIT ആ അന്വേഷണ സംഘത്തിൽ 2 താഴ്ന്ന ഉദ്യോഗസ്ഥരെ, സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ പേരിൽ 2 പേരെ വേണമെന്ന് പറഞ്ഞപ്പോൾ 2 പേരുടെ പേര് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തു. പേരുകൾ അറിയണോ? ഒന്ന് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ്, CPMന്റെ ഫ്രാക്ഷനിൽപ്പെട്ട ആളാണ്. മറ്റൊന്ന് ഒരു സൈനികന്റെ വിരൽ അടിച്ചു ഓടിച്ചിട്ട് നീ കാഞ്ചി വലിക്കുന്ന കാണണമെന്ന് പറഞ്ഞ രാജ്യത്തെ സുരക്ഷാ ഭടന്റെ കൈ അടിച്ചൊടിച്ച് ജീവിതമില്ലാതാക്കിയ ഒരാൾ. അവിടെ പ്രതിപക്ഷവും കോൺഗ്രസും UDFും ഒക്കെ വലിയ ബഹളവും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ആ 2 പേരെ മാറ്റിയിട്ട് വേറെ 2 പേരെ കൊടുത്തത്. അപ്പോഴാണോ ഈ മഹത്വം പറയുന്നത്? മഹത്വം സ്വയമല്ല പറയേണ്ടത്, മറ്റുള്ളവർ അംഗീകരിക്കണം. ഞാൻ ഇതെല്ലാം വിട്ടിട്ട് ഒരു കാര്യം ചോദിക്കാം, മിസ് മേഘ. ഈ ശബരിമല അയ്യപ്പ ഭക്തന്മാരോട് അവരുടെ ഒരു ജനകീയ കോടതിയിൽ ഈ SITയുടെ അന്വേഷണത്തെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണെന്ന് ഒന്ന് ചോദിക്കാൻ തയ്യാറുണ്ടോ? ഒരാള് പറയുകയില്ലല്ലോ ഇത് സ്തുത്യർഹമായ അന്വേഷണമാണെന്ന്. അപ്പോൾ ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് CBIയുടെ അന്വേഷണം ചോദിച്ചപ്പോൾ പറഞ്ഞ അന്വേഷണത്തിന് പോയതൊക്കെ രാജീവ് ചന്ദ്രശേഖരും ഹൈന്ദവ സംഘടനകളുമൊക്കെയാണ്. അവരോട് കോടതി പറഞ്ഞ എന്താ? CBI എന്ന് പറഞ്ഞാൽ എന്താ? കേരളത്തിലെ സ്തുത്യർഹമായ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഡെപ്യൂട്ടേഷനിൽ അങ്ങോട്ട് പോയിരിക്കുന്നത്. അവർ തന്നെ വീണ്ടും ഇങ്ങോട്ട് വന്നാൽ പ്രത്യേകിച്ച് എന്താ? അത് വേണ്ട, ഇവര് തന്നെ മതിയെന്ന്. ഞാൻ മറ്റൊന്ന് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പിന്നെ CBI എന്ന് പറയുന്ന ഒരു സംവിധാനമേ വേണ്ടല്ലോ. ഓരോ സംസ്ഥാനത്തിൽ നിന്നും ഇതേ കണക്ക് മിടുക്കന്മാരാണ് അങ്ങോട്ട് പോകുന്നതെങ്കിൽ എത്രയോ കേസുകൾ CBI അന്വേഷിക്കാൻ കോടതികൾ അനുവാദം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു കോടതിയോ ഒരു ജഡ്ജിയോ ആ ആളിനെ വിലയിരുത്തേണ്ടത് ഏതെങ്കിലും ഒരു ജഡ്ജ്മെന്റ് വെച്ചിട്ടല്ല, ഓരോ ജഡ്ജ്മെന്റിലും പറയുന്ന വാക്കുകൾ വെച്ചിട്ടാണ്. ഇനി മറ്റൊന്ന്, ഈ ജഡ്ജിമാരിൽ തന്നെ 2 അഭിപ്രായം വരുന്നില്ലേ? ഭരണഘടനയുടെ 9 അംഗ ഒരു ജഡ്ജ്മെന്റ് വരുമ്പോൾ 7 പേര് ഒന്നും ഒരു ജഡ്ജി വേറെ ഒന്നും പറയുന്നില്ലേ? അതും പോകട്ടെ, സുപ്രധാനമായ ഒരു ജഡ്ജ്മെന്റ് നടത്തിയ ഒരു സുപ്രീം കോടതിയുടെ ജഡ്ജി പറഞ്ഞ എന്താ? നിയമത്തിലൊക്കെ അതീതമായി ദൈവവിളി വന്നതുകൊണ്ട് ദൈവത്തിന്റെ വിളി ഉൾക്കൊണ്ടുകൊണ്ടാണ് ജഡ്ജ്മെന്റ് ഇറക്കിയത്. അപ്പോ ജഡ്ജിമാരും ഒക്കെ വെറും മനുഷ്യരാണ്. നമ്മൾ ആ ജഡ്ജിയെ, ആ പദവിയെ മാനിക്കുന്നു, അവരിടുന്ന ജഡ്ജ്മെന്റിനെ നമ്മൾ മാനിക്കുന്നു. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഒക്കെ അങ്ങോട്ട് ശരിവെച്ചു കൊടുത്ത എത്രയോ കേസ് സുപ്രീം കോടതിയിൽ ആദ്യത്തെ ഹിയറിംഗിൽ തന്നെ ക്വാഷ് ചെയ്ത് കളയുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ജഡ്ജ് 2 വരി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് വെള്ളപൂശി ഇവിടുത്തെ പോലീസ് സംവിധാനവും SITയും എല്ലാം നമ്പർ 1 എന്നാണ് എന്ന് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും തള്ളുന്നത് പോലെ ഒന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഈ അന്വേഷണത്തിൽ ഈ അയ്യപ്പ വിഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള ഇതിനകത്ത് ഒരുപാട് സങ്കീർണതകളുണ്ട്. ഒന്നുകിൽ ഇവിടെ ഇത് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കേൾക്കുന്ന എന്താ? ഇനി അങ്ങോട്ട് അറസ്റ്റുകളൊന്നും വേണ്ട, ഇത്രയും പേരെയൊക്കെ മതി. ഇത് എങ്ങനെയെങ്കിലും ഒരു കുറ്റപത്രം തട്ടിക്കൂട്ടി നമ്മൾക്ക് പ്രോസിക്യൂഷന്റെ അനുമതിയും കൂടെ വാങ്ങിച്ചിട്ട് ഗവൺമെന്റിന്റെ അനുവാദവും കൂടെ വാങ്ങിയിട്ട് കൊടുക്കാം. ഇവിടെ ഒരു കാര്യം വളരെ പ്രസക്തമാണ് മേഘ. ഇന്ന് ഈ കേസെടുക്കുമ്പോൾ കേരളത്തിന്റെ ഗവൺമെന്റിനും ആഭ്യന്തര വകുപ്പിനും പ്രോസിക്യൂഷനും ഒന്നും പറയാനില്ല. കാരണം എന്താ? അവരുടെ കയ്യിൽ ഒരു രേഖയുമില്ല. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും സീൽഡ് കവറിൽ കോടതി കൊടുത്തിരിക്കുക. അപ്പോൾ പിന്നെ ഈ ഗവൺമെന്റിന് എങ്ങനെയാ ഞങ്ങളുടെ SIT, ഞങ്ങളുടെ പോലീസ്, ഞങ്ങളുടെ മഹത്വം എന്നൊക്കെ ഈ നിയമസഭയെ കിടന്ന് വെറുതെ പറയാവുന്നതേ ഉള്ളൂ. ഇന്ന് കോടതിയിൽ എന്തെങ്കിലും കൊടുക്കണമായിരുന്നെങ്കിൽ പത്രങ്ങളിൽ വന്ന പത്ര കട്ടിങ് എടുത്ത്
DGPക്കും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും നമ്മളുടെ അഡ്വക്കേറ്റ് ജനറലിനും ഒക്കെ കൊടുക്കാവുന്നല്ലാതെ എന്തെങ്കിലും രേഖ ഇവരുടെ കയ്യിലുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഇതുവരെ നടന്ന അന്വേഷണങ്ങളൊന്നും ഗവൺമെന്റിന് ഒരു പങ്കുമില്ല. അത് ആ അന്വേഷണ സംഘത്തിൻ്റെതാണ്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അന്വേഷണ സംഘവും ഉദ്യോഗസ്ഥരും നാളെ റിട്ടയർ ചെയ്തിട്ട് പെൻഷൻ വാങ്ങേണ്ടവരും പറ്റുമെങ്കിൽ മറ്റ് തുടർ ഏതെങ്കിലുമൊക്കെ പദവികളുമൊക്കെ ആഗ്രഹിക്കുന്നവരും ഒക്കെ അതിനകത്തുണ്ടാകാം. അതുകൊണ്ട് സ്വാഭാവികമായി ഏത് സംവിധാനത്തിലും ഉണ്ടാകുന്നത് പോലെയുള്ള ദൗർബല്യങ്ങൾ, ഇടപെടലുകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഒരു ദയനീയ ചിത്രം. ശരി, വ്യക്തമാണ്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഒരു കാര്യം കൂടി, അതായത് കൃത്യമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണല്ലോ ഇവിടെ പൊതുവെ ഉയർന്നത്. വി കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിൽ അങ്ങ് ഒരു കാര്യം പറഞ്ഞു നേരത്തെ, അതായത് കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിൽ മറ്റൊരു സാഹചര്യമായിരുന്നു, അതുകൊണ്ടാണ് നടപടിയെടുത്തത്. എന്താണ്, പാർട്ടി അപമാനിച്ചതിനാണല്ലോ അല്ലെ വി കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയെടുത്തത്. ഇവിടെ പത്മകുമാറും അതാണ് ചെയ്തത്, പാർട്ടി അപമാനിക്കുകയായിരുന്നല്ലോ അല്ലേ. ഈ സ്വർണ്ണക്കൊള്ള എന്ന് സ്വർണ്ണക്കൊള്ളയിൽ കൂടി, മോഷണത്തിലൂടെ, അല്ലെങ്കിൽ അതിന് കൂട്ടുനിന്നു എന്നതിൽ കൂടിയൊക്കെയും ഈ പാർട്ടിയെയും മോശത്തിലാക്കുകയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും അവിടെ ഉയർന്നു. ഒരു വേളയിൽ, അതായത് ഈ ജാമ്യാപേക്ഷ, പത്മകുമാറിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ കോടതി വ്യക്തമാക്കിയത്, അതായത് അദ്ദേഹം മുൻ MLA, അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നീ നിലകളിലൊക്കെയും, ഒപ്പം തന്നെ സ്വാധീന ശക്തിയായി നിലകൊണ്ടിരുന്ന ആൾ എന്നുള്ളതാണ്. അതായത് ആ സ്വാധീന ശക്തി ഇപ്പോൾ എവിടെയാണ്? ജയിലിനുള്ളിലാണ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഇരട്ടത്താപ്പ് ഒരു ഘട്ടങ്ങളിൽ, അതായത് ചില കാര്യങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന വേഗതയും ചില കാര്യങ്ങളിലെ തീരുമാനത്തിൽ വേഗത കുറവും ഉണ്ടാകുന്നത്? അതാണ് ഇവിടെ സ്വാഭാവികമായും ചോദ്യം ചെയ്തത്. മേഘ, ഈ രണ്ട് കേസ് നിങ്ങൾ ക്ലബ് ചെയ്തെടുത്തോന്ന് വെച്ചാൽ വളരെ കഷ്ടം തന്നെ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഉണ്ണികൃഷ്ണന്റെ കേസിൽ എന്താണ്, ഉണ്ണികൃഷ്ണന്റെ കേസിൽ എന്താണ്, ഉണ്ണികൃഷ്ണനല്ല പത്മകുമാർ, അല്ലല്ല അല്ല ഉണ്ണികൃഷ്ണൻ കുഞ്ഞികൃഷ്ണൻ അദ്ദേഹത്തിന്റെ നടപടി എന്താണ്? ഇപ്പം ഒരു രക്തസാക്ഷി ഫണ്ട് സഖാക്കളെല്ലാം കൂടി മുക്കി എന്നുള്ള രീതിയിലല്ലേ ഞാൻ പറഞ്ഞിട്ട് അതല്ലേ സംഭവിച്ചത്. അതുപോലെ തന്നെ ഈ മോഷണ കേസ്, ഇത് എന്ന് പറയുന്നത് എന്തൊരു പത്മകുമാർ മോഷണം ചെയ്തെന്നാണോ? അല്ലല്ലോ, അദ്ദേഹം എന്നുള്ള രീതിയിലാണ്. അദ്ദേഹം പരിപാലിക്കേണ്ട രീതിയിൽ അദ്ദേഹം പരിപാലിച്ചിട്ടില്ല. അവിടെ രേഖപ്പെടുത്തി ഒപ്പുവരെ അന്വേഷണ സംഘത്തിന്റെ മേൽ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ പക്കലുണ്ട്. അതിപ്പോൾ ഫോറൻസിക് പരിശോധനയുടെ ഫലം ആ രീതിയിലേക്കൊന്നും പോകണ്ട എന്നുള്ളതാണ്. അതിൽ അത് കൃത്യമായ തെളിവ് കൃത്യമായി ബോധ്യപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഫോറൻസിക് പരിശോധനയിലേക്കൊന്നും ആ സൈൻ ഒപ്പ് പോകണ്ട എന്ന ഒരു നിർദ്ദേശത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ കൃത്യമായ ഇടപെടൽ പത്മകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ഇതിനോട്, അതുകൊണ്ടാണല്ലോ അദ്ദേഹം ജയിലിൽ പോയി കിടക്കുന്നത് അല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത്? നിങ്ങൾക്ക് ഒരു ഭാഗത്ത് ചില കാര്യങ്ങളിൽ പെട്ടെന്ന് നടപടി ഉണ്ടാകും, ചില കാര്യങ്ങളിൽ വലിയ തീരുമാനം ഉണ്ടാകും, മറുഭാഗത്ത് മറ്റ് കേസുകളിൽ അല്ലെങ്കിൽ നിങ്ങൾ സംഭവത്തിലാവുന്ന തീരുമാനം ഉണ്ടാകുന്നില്ല. മറ്റാളുകളുടെ പേര് പറയുന്നതിനുള്ള ഭയം കൊണ്ടാണ്. ക്ലബ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എനിക്ക് അപ്പോൾ സ്വാഭാവികമായി അറിയാമോ, പാർട്ടിക്ക് പാർട്ടിയിലെ സഖാക്കന്മാരെ അടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കണക്കിന്റെ കാര്യത്തിലാണ് സഖാവ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞു അതല്ലാന്നും ബഹുമാനപ്പെട്ട അത് വന്നിട്ടുള്ള രസീതുകള്, ആ രസീതുകളുടെ പക്ഷേ ഇപ്പൊ ഗോവിന്ദന്റെ ഇടപെടലുണ്ട്, അത് പുറത്തുവിടാൻ അല്പമെങ്കിലും ഒരു താല്പര്യം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആ കണക്ക് എത്രത്തോളം വസ്തുതാപരമായ കാര്യങ്ങളുണ്ട് എന്നുള്ളത് ചർച്ചയ്ക്കിരിക്കുമ്പോൾ പറയാം. അതാണ് CPM എന്ന് പറയുന്നത്. പൊതുജനങ്ങളുടെ മുമ്പ് പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ.
പിന്നെന്താ? കെ രാഗേഷിന്റെ തീരുമാനം എന്തായിരുന്നു? അല്ല, കെ രാഗേഷ് പുറത്തു വിടില്ല, അതിൽ അക്ഷരപിശ ഉണ്ടായിരുന്നാണല്ലോ ആദ്യത്തെ അല്ല, വാർത്താ ഞാൻ സമ്മേളനത്തിൽ പറഞ്ഞ പറഞ്ഞത്. KK പിന്നീട് ഞാൻ- മിൽക്കക്കള്ളി ഇല്ലാതെ എം വി ഗോവിന്ദന്റെ ഇടപെടൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളൊക്കെ എന്ന സാഹചര്യത്തിൽ എം വി ഇപ്പൊ ഗോവിന്ദൻ publish നിലപാട് മാറ്റി. ചെയ്യാൻ എം വി കുഴപ്പമായിപ്പോയി. ഗോവിന്ദൻ നിലപാട് മാറ്റി. അതിന്റെ അല്ല, അടിസ്ഥാനത്തിൽ ഇപ്പോൾ publish- അല്ല, കണക്കുകൾ publish പുറത്തുവിടാൻ ചെയ്യാൻ ധൈര്യമുണ്ട്. നിങ്ങൾക്ക് പക്ഷേ എന്താ കുഴപ്പം ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞത് ഈ പുസ്തകം പുറത്തിറങ്ങുന്നത്, അതായത് ഇന്ന് ഈ 4 മണിക്ക് പുറത്തിറങ്ങുന്ന, വൈകുന്നേരം പുറത്തിറങ്ങിയ പുസ്തകം പുറത്തിറങ്ങിയല്ലോ, ആ പ്രകാശനത്തിന് ഇറങ്ങിയല്ലോ. മുൻപ് കണക്കുകൾ പുറത്തുവിടണമെന്നായിരുന്നു. പക്ഷേ ആ ധൈര്യം നിങ്ങൾ കാണിച്ചില്ല കേട്ടോ. എന്താണ് ഇനി ഞാൻ ചെയ്തത് എന്താ? അല്ല, അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ പുസ്തകം സെക്ഷൻ പറഞ്ഞിട്ടുണ്ട്, അത് സണ്ണി ജോസഫ് അത് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ആ കണക്കുകളിലൊക്കെ അത് തിരിമറി പറ്റേ- കാണിച്ചൂടെ? അത് പറ്റേ, ഇത് പോലെ ശരി, പറ്റേ, അതല്ല പറ്റേ വിഷയം. വിഷയിക്കുമല്ലോ. ഓക്കെ, ശ്രീ തേക്കടാനിൽ ഇവരുടെ ഈ ഇരട്ടത്താപ്പിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ വളരെ ഇരട്ടത്താപ്പ് വേഗത്തിൽ. CPM-നെ പോലെ പാർട്ടി, ഞാൻ ഇതുവരെ ഇരട്ടത്താപ്പെന്നാണ് വിചാരിച്ചത്. ഈ കേസ്, 2 കേസിലും അവർക്ക് ഒറ്റ നയം മാത്രമേ ഉള്ളൂ, രണ്ടിനും കുറ്റവാളിയെ സംരക്ഷിക്കുക. അതായത് പത്മകുമാർ അടക്കമുള്ള CPM നേതാക്കൾ ജയിലിലാണ്, അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അവിടെ ഫണ്ട് തട്ടിപ്പ് നടത്തിയ എന്താണ് മധുസൂദനും KP മധു എന്ന് പറഞ്ഞ ഏരിയ സെക്രട്ടറിയും അവർ ഫണ്ട് വെട്ടിച്ചു എന്ന് വളരെ വ്യക്തമാണ്. അവർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല. ശരി. അതിന് അവർ ഒരൊറ്റ നയം തന്നെയാണ്, അവരെ കുറ്റവാളികളെ സംരക്ഷിക്കുക, ആരോപണ വിധേയരെ പുറത്താക്കുക, നശിപ്പിക്കുക. ആ ഒരു നയത്തിൽ ഇവിടെ മാത്രമാണ് CPM-ന് ഇരട്ടത്താപ്പില്ലാത്തത്. കുറ്റവാളികളെയും മോഷ്ടാക്കളെയും കള്ളന്മാരെയും കൊള്ളക്കാരെയും രക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് ഒരൊറ്റ നയം മാത്രമാണ് പയ്യന്നൂരിലുള്ളതും ശബരിമലയിലുള്ളതും. ഓക്കെ, വ്യക്തമാണ്. സമയപരിമിതി പൂർണ്ണമായും സമയം അവസാനിച്ചിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വലിയ തരത്തിലുള്ള അന്വേഷണത്തിൽ അട്ടിമറി നടക്കുന്നു എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കുകയാണ്. ഈ അന്വേഷണത്തിൽ സ്വാഭാവികമായും, അതായത് കുറ്റക്കാരായ പ്രതികൾ പുറത്തേക്ക് ഇറങ്ങുന്നത്, സ്വാഭാവിക ജാമ്യത്തിലൂടെ ഇറങ്ങുന്നത് വലിയ ആശങ്കയ്ക്ക് വകയില്ല എന്നുള്ളതാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് അന്വേഷണം പോകുന്നത് എന്നുള്ളത് കണ്ടറിഞ്ഞേ മതിയാകൂ. ചർച്ചയിൽ പങ്കെടുത്ത 3 പാനലിസ്റ്റുകൾക്ക് നന്ദി പറയുകയാണ്. ഡിബേറ്റ് 360 പൂർണ്ണമാകുന്നു. ജയ് ഹിന്ദ്.